ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബാക്ക് ടു ഹാർമണി ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ 9ാമത്തെ എപ്പിസോഡാണ്. ആരോഗ്യത്തെ എങ്ങനെ തനതായി നിലനിർത്താം, രോഗങ്ങളില്ലാതെ, മരുന്നുകളില്ലാതെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ നമ്മളുടെ ആരോഗ്യത്തെ നിലനിർത്താമെന്ന് ബാക്ക് ടു ഹാർമണി എന്ന സീരീസിലൂടെ വിതുൻ നമുക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പല വിഷയങ്ങളും ഓൾറെഡി ഇവിടെ പ്രസ്താവിച്ചു കഴിഞ്ഞു. സോ ഇന്നത്തെ പുതിയ എപ്പിസോഡുമായി ഞാൻ വിതുനെ സ്വാഗതം ചെയ്തു. വിതുൻ, യു ആർ വെൽക്കം. ഓക്കെ, നമസ്കാരം എല്ലാവർക്കും. ഈ പ്ലാറ്റ്ഫോമിൽ ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരും കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ആദ്യമായി എല്ലാവർക്കും നവവത്സര ആശംസകൾ നേർന്നുകൊള്ളട്ടെ. നല്ലൊരു ആരോഗ്യ ജീവിതം ഈ ഒരു വർഷം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് 9ാമത്തെ സീരീസിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ഒട്ടനവധി എപ്പിസോഡുകളിൽ ഞാൻ അല്ലാതെ തന്നെ ഒട്ടനവധി വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ സമഗ്ര ആരോഗ്യത്തിന്റെ വിവിധ വശങ്ങളെ ടച്ച് ചെയ്തുകൊണ്ട് സംസാരിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അതില് നമ്മൾ ആദ്യം സമഗ്ര ആരോഗ്യത്തിന്റെ ഘടകങ്ങളെ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടു. അതിനുശേഷം അതിനെ സഹായിക്കുന്ന തെറാപ്പികളിൽ ഫുഡ് റിഫ്ലെക്സോളജിയുടെ ഒരു ക്ലാസ് കണ്ടു. ഓറിക്കുലർ തെറാപ്പി, ചെവിയിൽ ട്രീറ്റ്മെന്റ് ചെയ്ത് എങ്ങനെ ഒരു സൗഖ്യം ഉണ്ടാക്കാം എന്നുള്ള ഒരു ക്ലാസ് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ അക്യുപ്രഷർ എന്താണെന്നുള്ളത് ഒരു ബ്രീഫായിട്ടൊന്ന് കണ്ടു. അതിനുശേഷം നമ്മൾ കോൺസ്റ്റിപ്പേഷൻ, ഗട്ട് ബ്രെയിൻ ആക്സിസ്, എങ്ങനെയാണ് ഒരു നല്ലൊരു സ്റ്റൊമക്ക്, ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടാവണം എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊരു ക്ലാസ് വിശദമായി കണ്ടു. അതിനുശേഷം കപ്പിംഗ് തെറാപ്പി എന്ന് പറയുന്ന പേർഷ്യൻ അല്ലെങ്കിൽ അക്യുപഞ്ചറിൽ വരുന്ന ഹിജാമ രണ്ടും ക്ലബ് ചെയ്തുകൊണ്ട് ഒരു ക്ലാസ് നിങ്ങൾ കണ്ടു. അതിനുശേഷം ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, അത് മറ്റൊരു എക്സ്പെർട്ട് രാകേഷ് എന്ന ആള് നിങ്ങൾക്ക് ക്ലാസ് എടുത്തു. കഴിഞ്ഞ ലാസ്റ്റ് എപ്പിസോഡ് അതായിരുന്നു. അപ്പോ ഇന്ന് കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങള് ഒരു പവലിൻ പൊതുജനാവബോധത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോ കണ്ണൂർ ജില്ലയിൽ നടന്നുകൊണ്ടിരുന്ന ഹാപ്പിനെസ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ ഒരാഴ്ച നടന്ന ഒരു വമ്പിച്ച ഒരു പ്രോഗ്രാം കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ ഒരു പവലിൻ എടുത്ത് ഞങ്ങൾ ഇരിക്കുന്നതിന്റെ തിരക്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് നിങ്ങളുമായിട്ട് നേരിട്ട് ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ വിശേഷങ്ങൾ വഴിയെ പറയാം. നല്ലൊരു അവബോധം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു തെറാപ്പിനെ ജനങ്ങളുടെ ഇടയിൽ അറിയിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ കഴിയുന്ന രീതിയിൽ അത് സാധിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ കൂടുതൽ ആമുഖമായി നീട്ടിക്കൊണ്ടു പോകുന്നില്ല. സാങ്കേതിക പ്രശ്നം കാരണം ഇന്ന് നമുക്ക് സമയം കുറച്ചധികം പോയിട്ടുണ്ട്. അപ്പൊ ഇന്നും നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ എത്തിയിട്ടുള്ളത് വളരെ പ്രഗത്ഭനായിട്ടുള്ള, ഈ മേഖലയെ കുറിച്ച് കാലികമായിട്ടും ചരിത്രപരമായിട്ടും ഒക്കെ സംസാരിക്കാൻ കഴിവുള്ള പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഒളിമ്പസ് എന്ന ഗ്രീൻ ഹൗസ്, അദ്ദേഹം സന്തോഷ് ഒളിമ്പസ് എന്നാണ് അറിയപ്പെടുന്നത്. കഴിഞ്ഞ 3 ദശാബ്ദത്തിലധികമായിട്ട് കേരള മണ്ണിൽ സെൽഫ് സസ്റ്റൈനബിൾ എക്കോ വില്ലേജുകളെ കുറിച്ചും സസ്റ്റൈനബിൾ വില്ലേജ് എങ്ങനെ ഉണ്ടാവണം എന്നതിനെ കുറിച്ചൊക്കെ കാര്യമാത്ര പ്രസക്തമായിട്ടും ഒട്ടനവധി യൂട്യൂബ് വീഡിയോകളിലൂടെയും അദ്ദേഹത്തിന്റെ ആ സിദ്ധാന്തം മലയാളികൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുറത്തു നിന്നും ഒക്കെ മലയാളികൾ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ നിരന്തരം കേൾക്കുന്നുണ്ട്. നിങ്ങളിൽ പലരും ചിലപ്പോൾ അങ്ങനെ കേട്ടിട്ടുണ്ടാവാം. അദ്ദേഹം ഒരു എക്കോസ്ഫിയർ സോഫ്റ്റ്വെയർ ആയിട്ടാണ് അദ്ദേഹത്തെ തന്നെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷൻ സെന്റർ ഫോർ ഡീപ്പ് ഇക്കോളജിയുടെ ഡയറക്ടറാണ്. ഒളിമ്പസ് ടോക്ക് ക്യൂ ലൈഫ് പ്രാക്സസ് എന്നൊക്കെ സിദ്ധാന്തത്തിലാണ് അദ്ദേഹത്തിന്റെ സംസാരം. അപ്പൊ ഇന്ന് നമ്മൾ പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സമഗ്ര ആരോഗ്യത്തിന്റെ ഒരു ഘടകമായിട്ട് നമ്മൾ ആ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, നല്ല ഒരു മനസ്സ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പം ആ പോയിന്റിൽ, ആ എലമെന്റിൽ എന്താണ് നല്ലൊരു മനസ്സ്? 2023 നമ്മൾ എത്തി നിൽക്കുമ്പോൾ, 4ാം വ്യവസായിക വിപ്ലവത്തിൽ മനുഷ്യ സമൂഹം എത്തി നിൽക്കുമ്പോൾ, ഇനി 5ാം വ്യവസായിക വിപ്ലവത്തിലേക്ക് പ്രോഗ്രസീവ് സൊസൈറ്റിയുടെ ആഗോളതലത്തിൽ നമ്മൾ പോകുമ്പോൾ, പ്രത്യേകിച്ച് മലയാളികളെ പോലുള്ള ഒരു പ്രോഗ്രസീവ് സൊസൈറ്റി എങ്ങനെയാണ് നല്ലൊരു മാനസികാരോഗ്യം ഉണ്ടാക്കിയെടുക്കേണ്ടതിനെ കുറിച്ചും ഒരു സമഗ്ര ആരോഗ്യത്തിൽ അതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടതിനെ കുറിച്ചും വളരെ വിശദമായിട്ട് സംസാരിക്കാനായിട്ട് സന്തോഷ് ഒളിമ്പസിനെ വളരെ ആദരപൂർവ്വം ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. സന്തോഷ് ഒളിമ്പസ്, പ്ലീസ് സർ. താങ്ക് യു. നമസ്കാരം.
ശുഭകരമായിരിക്കട്ടെ ഈ രാത്രി. നിങ്ങളുടെ പഠന പരമ്പരയിൽ പുതിയൊരു വിഷയം അവതരിപ്പിക്കാനായിട്ട് എന്നെ ക്ഷണിച്ചതിൽ മിഥുനോടും ഇതിന് അവസരം തന്നതിൽ ഡോക്ടർ സാബുവിനോടും എൻ്റെ കൃതജ്ഞത അറിയിക്കട്ടെ. പാലക്കാട് ജില്ലയിൽ ഉള്ള ഗ്രീൻ ക്രോസ് ഇക്കോ വില്ലേജ് എന്നുള്ള ഒരു കേരളത്തിലെ ഒരേ ഒരു ഇക്കോ വില്ലേജിന്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. കഴിഞ്ഞ 40-41 വർഷമായിട്ട് ഈ മേഖലയിലൂടെ നിങ്ങളുടെ ചെറിയ കാലം മുതൽ പ്രവർത്തിച്ചു വരുന്നതാണ്. അപ്പോ പ്രകൃതി എന്നുള്ള വിഷയത്തെ, നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് പ്രകൃതി എന്നുള്ള വിഷയത്തെയാണ് നമ്മൾ പഠിക്കുന്നത്. പ്രകൃതി എന്ന് വെച്ചാൽ പലർക്കും പ്രകൃതി എന്ന് പറയുന്നത് എവിടെയെങ്കിലും നിൽക്കുന്ന മരമോ മലയോ പുഴയോ കാടോ ഒക്കെയാണ്. ഞാൻ പ്രകൃതിയാണെന്നും എൻ്റെ അകത്തുള്ള എല്ലാം പ്രകൃതിയാണെന്നും പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ. ആ അവസ്ഥ പലർക്കും മനസ്സിലാകുന്നില്ല എന്നൊരു വല്ലാത്ത യാഥാർത്ഥ്യമുണ്ട് ഇവിടെ. അപ്പോൾ പ്രകൃതി എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തെ അറിയുമ്പോൾ, ഞാനെന്ന പ്രകൃതിയെ അറിയുമ്പോൾ, എൻ്റെ ശരീരമാകുന്ന, എൻ്റെ ജീവിതമാകുന്ന, എൻ്റെ മനസ്സാകുന്ന, എൻ്റെ ജീവനാകുന്ന പ്രകൃതിയെ അറിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ജീവിതത്തെ ഒരു താളത്തിൽ, സുന്ദരമായ ഒരവസ്ഥയിൽ, സമാധാനപരമായ ഒരവസ്ഥയിൽ കൊണ്ടുപോകുവാൻ കഴിയും. അപ്പൊ അതിന് ഇന്ന് നമ്മളിവിടെ ചർച്ചയ്ക്ക് വിഷയമാക്കുന്ന മനസ്സ് എന്ന ആ ഒരു വിഷയം വളരെ പ്രസക്തമാണ്. അപ്പൊ മനസ്സെന്താണ് എന്ന് പറയുക, മനസ്സിന്റെ അവസ്ഥയെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യമെന്നാണ് എന്റെ ധാരണ. സമഗ്രാരോഗ്യം എന്ന് പറയുന്ന ഒരു മേഖലയിൽ മനസ്സിന്റെ സ്ഥാനം എന്തെന്ന് പറയുക എന്നുള്ളത് ഉണ്ടെന്ന് കൂടെ തോന്നുന്നു. സമഗ്രം എന്ന വാക്കിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. എല്ലാം ചേർന്നത്, എല്ലാമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എല്ലാം ചേർന്നതാണ് നാം. നമുക്ക് ചുറ്റുമുള്ള പലതും ചേർന്നതാണ് നാം. അതിൽ തന്നെ നമ്മൾ എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ബോധ്യമാകേണ്ടതുണ്ട്. അവയെല്ലാം ഇതിനു മുമ്പുള്ള വിഷയങ്ങളിൽ വന്നു കാണുമെന്ന് വിചാരിക്കുന്നു. എങ്കിലും ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം. ഞാൻ ഇന്നലെ ഒരു സെഷനിൽ അവതരിപ്പിച്ചിരുന്നു. അതിൽ പങ്കെടുത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കത് ഒന്നുകൂടെ വ്യക്തത വരികയും ചെയ്തു. ഈ കൂടുകൾക്കകത്ത് കൂടുകളായി നിൽക്കുന്ന ഒരു വിന്യാസമായിട്ടാണ് പ്രകൃതിയുടെ ഒരു ഘടന. പ്രപഞ്ചം നമുക്കറിയാം, പരമമായ പ്രപഞ്ചമാണെന്ന്. അതിനകത്ത് എവിടെയോ ഒരു ആകാശഗംഗയായിരുന്നു, ഒരു ഗാലക്സിക്കകത്ത് ആണ് നമ്മൾ നിൽക്കുന്നതെന്നും അതിന്റെ അകത്ത് സൗരയൂഥം എന്ന ഒരു അവസ്ഥയുണ്ടെന്നും. അപ്പോൾ ഈ പ്രപഞ്ചം എന്നുള്ളത് ഒരു വലിയ വ്യവസ്ഥയാണ്. ആ പ്രപഞ്ചം എന്നുള്ള വ്യവസ്ഥയ്ക്കകത്ത്, പ്രപഞ്ചം എന്ന മഹാകൂടിന്റെ അകത്ത്, ഒരു മഹാഗർഭപാത്രത്തിനകത്താണ് സൂര്യൻ, സൗരയൂഥം എന്നുള്ള വ്യവസ്ഥ, അല്ലെങ്കിൽ മിൽക്കി വേ എന്ന അവസ്ഥ. അതിനകത്താണ് സൗരയൂഥം എന്നുള്ള കൂട്, സൗരയൂഥത്തിനകത്താണ് ഭൂമി എന്ന കൂട്, അതിനകത്താണ് ജീവരാശി എന്ന കൂട്, അതിനകത്താണ് മനുഷ്യരാശി എന്ന കൂട്, അതിനകത്താണ് മനുഷ്യൻ എന്ന ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ. അതിന്റെയും അകത്താണ് നമ്മുടെ അവയവങ്ങൾ, അതിന്റെയും അകത്താണ് നമ്മുടെ കലകൾ, അതിന്റെയും അകത്താണ് കോശങ്ങൾ, അതിന്റെയും അകത്താണ് കോശാന്തര ദ്രവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കൂടുകൾക്കകത്ത് കൂടുകളായി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ കൂടുകൾക്കകത്ത് കൂടുകളായി നിൽക്കുന്ന ഈ ഒരു അവസ്ഥ ആണ് നമ്മുടെ ഏക ശരീരത്തിനുള്ളത്. എന്ന് വെച്ചാൽ ഏക ശരീരം എന്ന് വെച്ചാൽ അവിടെ ഒറ്റ ശരീരമേ ഉള്ളൂ, അത് പ്രപഞ്ചത്തിന്റെ ശരീരം. അതിന്റെ ഒരു പാർട്ടാണ് ഞാൻ, അതിന്റെ മറ്റൊരു പാർട്ടാണ് നിങ്ങൾ. അതിന്റെ ഓരോ തലങ്ങളാണ്, ഓരോ തലം. ഈ പ്രപഞ്ചം ഒരു തലമാണ്, സൗരയൂഥം ഒരു തലമാണ്, ഭൂമി ഒരു തലമാണ്, ജീവരാശി ഒരു തലമാണ്, ഞാനൊരു തലമാണ്, അവയവം ഒരു തലമാണ്. അപ്പൊ ഭൂമി എന്നൊരു ശരീരത്തിന്റെ, ഭൂമി എന്ന ജീവിയുടെ, ഭൂമി എന്ന ഒരു മഹാസംവിധാനത്തിന്റെ ഗർഭപാത്രത്തിന്റെ അകത്ത് ജീവിക്കുന്ന ഒരു അവയവമാണ് ഞാൻ, മറ്റൊരു അവയവമാണ് നിങ്ങൾ. അപ്പോൾ നമ്മൾ രണ്ടും ഭൂമി എന്നുള്ള ഒരു ശരീരത്തിന്റെ ഭാഗമായിരിക്കെ നാം രണ്ടും ഒന്ന് തന്നെയാകുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് വ്യവസ്ഥാ നിയമം നമ്മളെ പരിചയപ്പെടുത്തുന്നത്. പലപ്പോഴും ഒരു ഇൻസ്ട്രുമെന്റൽ വാല്യൂയിലൂടെ പ്രകൃതിയെ കാണുന്നവർക്ക്, ഉപഭോഗത്തിന്റെ വഴിയിലൂടെ, കച്ചവടത്തിന്റെ വഴിയിലൂടെ പ്രകൃതിയെ കാണുന്നവർക്ക്, അതിന്റെ പാഠപുസ്തകങ്ങളിലൂടെ മാത്രം പ്രകൃതിയെ മനസ്സിലാക്കി അത്തരം ചിന്തകളുടെ ഫ്രെയിംവർക്കിലൂടെ മാത്രം പ്രകൃതിയെ കാണുന്നവർക്ക് ഇത് മനസ്സിലാവില്ല. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഏഷ്യയിലെ ഒരു ഡീപിക്കോളജിക്കൽ മൂവ്മെന്റ് ആയിട്ടുള്ള ഡീപിക്കോളജിക്കൽ ഫെലോഷിപ്പ് ഈ മേഖലയിൽ ഒരുപാട് പഠനങ്ങൾ നടത്തുന്നതാണ്. ഇവിടെ സിസ്റ്റമിക് തിങ്കിങ് എന്ന് പറയുന്ന ആധുനിക ശാസ്ത്ര ശാഖയുടെ വീക്ഷണത്തിൽ
ഗയ്യ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന പണ്ടുണ്ടായിരുന്ന ഒരു 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 പരികല്പന അതിപ്പോ ശരിയാണെന്ന് വന്നിട്ടുണ്ട്. ഭൂമി എന്നുള്ളൊരു ജൈവ സംവിധാനമാണെന്ന് വന്നിട്ടുണ്ട്. അതിനകത്താണ് നമ്മളെന്നും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഘടന മനസ്സിലായി. ഈ ഘടനയിൽ ഞാനെന്ന് പറയുന്നത് പ്രകൃതിയുടെ അവയവമാണ് അല്ലെങ്കിൽ ഭൂമിയുടെ അവയവമാണെന്ന് പറഞ്ഞല്ലോ. ഇതേപോലെ എനിക്കൊരു അവയവമുണ്ട്, എന്റെ കൈ എന്തിനാണ് ഉണ്ടായിട്ടുള്ളത്? എന്റെ കൈ ഉണ്ടായിട്ടുള്ളത് എനിക്ക് ഭക്ഷണം വായിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വഴിക്കും പോകുന്ന സമയത്ത് എനിക്ക് മുന്നിലുള്ള കാര്യങ്ങളെ വകഞ്ഞു മാറ്റാൻ വേണ്ടിയാണ്. എനിക്ക് പുറം ചൊറിയുന്ന സമയത്ത് പുറത്തെ മാന്താൻ വേണ്ടിയാണ്. അപ്പോ എനിക്ക് ഭാവിയിൽ വരാൻ പോകുന്ന പ്രവർത്തനങ്ങളെ നടപ്പിലാക്കാൻ വേണ്ടിയാണ് എനിക്ക് കൈ എന്നുള്ള അവയവം ഉണ്ടായിട്ടുള്ളത്. അതായത് എന്റെ ഒരു പർപ്പസിന് വേണ്ടി, എന്റെ ഒരു ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയാണ് കൈ ഉണ്ടായിട്ടുള്ളത്. കൈയുടെ ഉരുവാകൽ, രൂപീകരണം എന്ന് പറയുന്നതിന് ഒരു പർപ്പസ്, ഒരു ഉദ്ദേശ്യം ഉണ്ട്. അതാണ് കൈയുടെ ജന്മോദ്ദേശ്യം എന്ന് പറയുന്നത്. എന്റെ പുറം മാന്തുന്നു എങ്കിൽ അത് അപ്പോഴത്തെ ഒരു ആ ജന്മോദ്ദേശ്യത്തിലെ ഒരു ഭാഗമാണ്. ആ ഭാഗമായിട്ട് ഞാൻ ഇങ്ങനെ ചൊറിയുന്നു. ഓക്കെ, ചൊറിച്ചിൽ വരുന്നുണ്ടോ? എനിക്കിവിടെ ചൊറിച്ചിൽ വരുന്നു. അപ്പൊ ചൊറിച്ചിൽ വരുമ്പോൾ ചൊറിയുക എന്നുള്ളതാണ് ഈ കൈയുടെ ധർമ്മം, ഇപ്പോഴത്തെ ധർമ്മം. ധർമ്മം എന്ന് വെച്ചാൽ എന്താണോ ചെയ്യേണ്ടത് അത് ധർമ്മം, എന്താണോ ചെയ്യേണ്ടത് അത് ധർമ്മം. ഓക്കെ, അപ്പോ ചൊറിച്ചിൽ വന്നു, ചൊറിയണം. ഞാൻ കൈ ഇങ്ങനെ ഉയർത്താൻ ഒരുങ്ങി. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഞാൻ മറ്റൊരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ഞാൻ ചെറിയൊരു കമ്പെടുത്തിട്ട് എന്റെ പുറത്തിട്ട് പതുക്കെ ഇങ്ങനെ തടവി. അങ്ങനെ ചെയ്യാം, അത് തെറ്റൊന്നുമില്ല. നേരിട്ട് മാന്താം. അല്ലെങ്കിലോ ഞാൻ ബിധുവിനപ്പുറത്ത് നിന്നു ബിധുവിനോട് പറയുന്നു, ബിധു എന്റെ പുറം ഒന്ന് ചൊറിഞ്ഞു വരും എന്ന് പറയാം. എന്ത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. എനിക്ക് എന്റെ പുറം ചൊറിയുന്നുണ്ട്. ആ ചൊറിച്ചിൽ മാന്തി മാറ്റുക, ആ ചൊറിച്ചിൽ എന്നുള്ള അസ്വസ്ഥത മാറ്റുക എന്നുള്ളതാണ് കാര്യം. കൈകൊണ്ട് മാന്താം, ഉപകരണം കൊണ്ട് മാന്താം, മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കാം. ഇതൊന്നുമല്ല, ചുമരിലിട്ട് ഒരയ്ക്കാം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കാം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? പുറം മാന്തുക എന്നുള്ളതാണ്. എന്താണ് ചെയ്യുന്നത്? അത് പല വിധത്തിൽ ചെയ്യും. അപ്പോ ചെയ്യേണ്ടത് എന്തോ, പുറം മാന്തുക എന്നുള്ളത് ചെയ്യേണ്ടത് അതാണ് ധർമ്മം എന്ന് പറയുന്നത്. മാന്തുന്ന പ്രക്രിയ ഉണ്ടല്ലോ, അത് മാന്തുന്ന പ്രക്രിയ, ആ മാന്തുക എന്നുള്ള ആ ഒരു ആക്ടിവിറ്റി ഉണ്ടല്ലോ, അതാണ് കർമ്മം എന്ന് പറയുന്നത്. ഈ കർമ്മം എന്ന് പറയുന്നതും ധർമ്മം എന്ന് പറയുന്നതും രണ്ട് കാര്യങ്ങളാണ്. ധർമ്മം എന്താണോ ചെയ്യേണ്ടത്, കർമ്മം എന്താണോ ചെയ്യുന്നത്. ധർമ്മത്തെ കർമ്മമാക്കി മാറ്റാൻ നമ്മളൊരു കാര്യം ചെയ്യും. അതായത് എനിക്ക് ചൊറിയുന്നു, പക്ഷെ അത് കൈകൊണ്ട് ചൊറിയണോ അതോ ഞാൻ ഇപ്പുറത്ത് ഉള്ള ഒരു ഉപകരണം എടുത്ത് ചൊറിയണോ എന്നുള്ളത് എന്റെ ആസൂത്രണത്തിനനുസരിച്ചാണ് നടപ്പിലാകുന്നത്. എന്റെ ഉള്ളിൽ ഒരു ആസൂത്രണ പദ്ധതി നടപ്പിലാകുന്നുണ്ട് ആ സമയത്ത്. ആ ആസൂത്രണത്തെയാണ് മനസ്സ് എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു, മനസ്സിൽ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ബിഥുൻ എന്തെങ്കിലും പറഞ്ഞോ? സാർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാ, ആൾക്കാരൊന്ന് അതൊന്ന് സിങ്കായി വരണം. ഓക്കെ, ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. എന്തോ ചെയ്യാനുണ്ട് നമ്മുടെ ശരീരത്തിന്. ആ ചെയ്യാൻ എന്താണോ വേണ്ടത് അത് ധർമ്മം. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്റെ പുറം ചൊറിയുന്നുണ്ട്, ആ ചൊറിച്ചിൽ മാറ്റാനായിട്ട് എന്റെ കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മാന്തണം. ഇതാണ് ആവശ്യം, ഇപ്പോഴത്തെ ആവശ്യം, ഡിമാൻഡ് അതാണ്. അത് ചെയ്യുക എന്നുള്ളതാണ് കൈയുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വത്തെയാണ് നമ്മൾ ധർമ്മം എന്ന് പറയുന്നത്. പക്ഷെ കൈ അത് ചെയ്യാനായിട്ട് പോയി മാന്തുക എന്നുള്ളതിന് പകരം ഒന്ന് കമ്പിട്ട് ഇങ്ങനെ മാന്താം, മറ്റൊരാളോട് പറയാം, ശരീരത്തെ പതുക്കെ ചുമരിനോട് ചേർത്ത് നിർത്തിയിട്ട് പതുക്കെ ഉരയ്ക്കാം. അങ്ങനെ പല വഴികൾ ചെയ്യാം. അതെങ്ങനെ വേണം എന്നുള്ളത് ഒരു ആസൂത്രണ പദ്ധതിയിലൂടെയാണ് നടപ്പിലാക്കുക. എങ്ങനെ വേണമെന്ന് ആസൂത്രണം ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഈ ആസൂത്രണത്തെയാണ് മനസ്സ് എന്ന് പറയുന്നത്. അപ്പോ ഈ മനസ്സെന്ന് പറയുന്നത് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എന്താണ് മനസ്സെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ്? അപ്പൊ ധർമ്മത്തെ കർമ്മമാക്കി മാറ്റുന്ന ആസൂത്രണ പദ്ധതിയാണ് മനസ്സ്. അതാണ് അതിന്റെ ഡെഫിനിഷൻ. ഇനി ഇത് എവിടെയാണ് ഇരിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ എവിടെയാണ് ഇരിക്കുന്നത്? ഇതിന്റെ ഒരു റെസിഡന്റ് ആയിട്ടുള്ള ഒരു സാധനമാണോ ഇത്? ഒരിടത്ത് റിസൈഡ് ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ, ഒരിടത്ത് നിൽക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അതൊരു എൻറ്റിറ്റി ആയിരിക്കും. അങ്ങനെ ഒരു എൻറ്റിറ്റി ആണോ അത്? എങ്കിൽ നമുക്ക് എൻറ്റിറ്റികൾ എന്തൊക്കെയാണ്, നമ്മുടെ ഞാനെന്നുള്ള ഒരു എക്സിസ്റ്റൻസിന്റെ എൻറ്റിറ്റികൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾക്കൊരു ശരീരമുണ്ടല്ലോ അല്ലെ, ഒരു ശരീരമുണ്ട്.
ഈ ശരീരം എവിടെയാണ് ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു, കൂടുകൾക്കകത്ത് ഇങ്ങനെ വന്നിട്ടുള്ള രൂപത്തിൽ നിങ്ങൾ ഭൂമിയാകുന്ന ഒരു മഹാഗർഭപാത്രത്തിന്റെ അല്ലെങ്കിൽ ഒരു വലിയ കൂടിന്റെ അകത്ത്, ജീവരാശി എന്ന കൂടിന്റെ അകത്ത്, മനുഷ്യരാശി എന്ന കൂടിന്റെ അകത്ത് ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ നിൽക്കുന്നു. അതാണ് നിങ്ങളുടെ ഭൗതികമായ സ്ഥാനം. ഈ ഭൗതികമായ സ്ഥാനം തന്നെയാണോ നിങ്ങൾക്കുള്ളത്? അതൊന്ന് മനസ്സിലാക്കാനുണ്ട്. ഈ ഭൗതികമായ നിങ്ങൾക്കിപ്പോൾ ഉള്ള ശരീരമുണ്ടല്ലോ, ഈ ശരീരം ആയിരുന്നു അതിന് മുമ്പുണ്ടായിരുന്നത്? കുറെ മുമ്പ്, അതായത് നിങ്ങൾ ജനിക്കുന്ന ആ കാലത്ത്, നിങ്ങൾ ഒരു ബീജമായിരുന്നതിനും മുമ്പുള്ള ഒരു കാലത്ത് നിങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല. അവിടെ മുതലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. അതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് ഇപ്പൊ പറയാനുള്ള സ്പേസ് ഇല്ല നമുക്ക്. അവിടെ മാത്രം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ശരീരം ഉണ്ടായി, ശരീരം ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യമുണ്ടായി. ആ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്നും, തൽക്കാലത്തേക്ക് ചുറ്റുപാട് എന്ന് പറയുന്നത് അമ്മയുടെ ഗർഭപാത്രമാണ്, ഗർഭപാത്രത്തിൽ നിന്ന് വേണ്ടുന്ന മൂലകങ്ങളും അവിടുത്തെ സാഹചര്യങ്ങളും അവിടുത്തെ വികാരങ്ങളും അവിടുത്തെ വേദനകളും അവിടുത്തെ അറിവുകളും ഒക്കെ കൂടെ ചേർത്തുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ രൂപപ്പെടുത്തി, ആ ശരീരം പതുക്കെ പതുക്കെ ചുറ്റുപാടിൽ നിന്നും വേണ്ടതെല്ലാം സ്വാംശീകരിച്ച് ഒരു ഏകദേശ പൂർണ്ണരൂപത്തിൽ വന്ന്, ആ പൂർണ്ണരൂപത്തോടുകൂടി വെളിയിൽ വന്ന്, പിന്നെ പരിസ്ഥിതിയോട് ഇടപെട്ട്, അനുരൂപപ്പെട്ട്, പൊരുത്തപ്പെട്ട്, അതിൽ നിന്നും പഠിച്ച്, അതിൽ നിന്ന് സ്വീകരിച്ച്, വേണ്ടാത്തത് അതിലേക്ക് കൊടുത്ത്, വീണ്ടും വളർന്നു വന്ന് അങ്ങനെ ആണ് നിങ്ങൾ ഇവിടം വരെ എത്തിയത്. അപ്പോ നിങ്ങളുടെ ശരീരം എന്ന് പറയുന്ന അതിനെയാണ് നിങ്ങളെന്ന് പറയുന്നതെങ്കിൽ ശരീരം എന്ന് തന്നെ വിളിച്ചവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ ആദിയായ രൂപത്തിൽ നിന്നും നിങ്ങളെ ഇതുവരെയും കൊണ്ടെത്തിച്ച നിങ്ങളുടെ സംഘാടകത്വമുണ്ടല്ലോ, നിങ്ങളെ ഇങ്ങനെ ആക്കി തീർത്ത സംഘാടകത്വമുണ്ടല്ലോ, നിങ്ങളെ ഇങ്ങനെ ക്രമീകരിച്ചിട്ടുള്ള ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, ആ ഓർഗനൈസേഷനെ ആണ് നമ്മൾ ജീവൻ എന്ന് പറയുക. ഇത് മറ്റൊരു തരത്തിൽ ഉദാഹരിക്കാം. ഒരു സൈക്കിളിന്റെ ഘടകഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ ലിസ്റ്റ് ഇട്ട്, ഒരു സൈക്കിൾ കടക്കാരനോട് ചോദിക്കുന്നു എന്തൊക്കെയാ സൈക്കിളിന്റെ ഘടകങ്ങൾ, നമ്മളതെല്ലാം ലിസ്റ്റ് ഇട്ട് വാങ്ങുന്നു. എന്നിട്ട് ഒരു സൈക്കിൾ കടയിൽ പോയി നമ്മൾ ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്ന് നമ്മുടെ മേശപ്പുറത്ത് ഇവയെല്ലാം അടുക്കി വെക്കുന്നു. അടുക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഒരു സൈക്കിളായി തീരുമോ എന്നൊന്ന് ആലോചിക്കുക. എല്ലാ സാധനങ്ങളും ഉണ്ട്, ആ ലിസ്റ്റിലുള്ള മുഴുവൻ സാധനങ്ങളും വാങ്ങിച്ചു ഇല്ല. വാങ്ങിച്ചാലും അതുകൊണ്ട് വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ സവിശേഷമായ രീതിയിൽ സംഘടിപ്പിക്കണം, സംഘാടനം ചെയ്യണം. ആ സംഘാടനം ചെയ്യുന്ന പ്രക്രിയ, ഇപ്പൊ വെളിയിൽ ഒരു മെക്കാനിക്കാണ് സംഘടിപ്പിക്കുന്നത്. മെക്കാനിക്ക് സംഘടിപ്പിക്കുമ്പോൾ അതിന് മെക്കാനിക്കൽ ഓർഗനൈസേഷൻ ആണ്. ഇതേപോലെ തന്നെ ഇപ്പോ മണൽത്തരികൾ കണ്ടിട്ടുണ്ടാവും, ഉരുളങ്കല്ല് കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മുടെ പുഴയുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായി വരുന്നത് എങ്ങനെയാണ്? പുഴയിലെ വെള്ളം ഒഴുകുന്നു, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് വെള്ളം ഒഴുകി പോകുന്നു, സീസൺ കൊണ്ട് വെള്ളം ഭൂമിയിലേക്ക് വരുന്നു, ഈ ഒഴുക്ക് കൊണ്ട് അവിടെ പാറകൾ ഉരുളുന്നു, ഫ്രിക്ഷൻ ഉണ്ടായിട്ട് അതിങ്ങനെ ഉരുണ്ടുരുണ്ട് അവസാനം മണത്തരി ഉണ്ടാവുന്നു, ഉരുളങ്കല്ല് ഉണ്ടാകുന്നു. ഇത് പ്രേരിത സംഘാടനമാണ്. നിങ്ങൾ എല്ലാവരും കൂടെ റോഡിന്റെ നടുവിൽ കൂടി നിൽക്കുക. അപ്പോ ദൂരെ നിന്നും ഒരു വാഹനം ബ്രേക്ക് പിടിക്കാതെ വളരെ സ്പീഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്താണ് ചെയ്യുക? കൂട്ടം ഇങ്ങനെ വകഞ്ഞു മാറിക്കൊടുക്കും, അല്ലെ? മകഞ്ഞു മാറിക്കൊടുക്കും. ആ വാഹനം പോയതിനു ശേഷം വീണ്ടും നിങ്ങൾ ഒന്നു ചേരും. ആരെങ്കിലും പറഞ്ഞിട്ടാണോ? അല്ല. അവിടെ സ്വയം അത് സംഘടിക്കും. അതാണ് സ്വയം സംഘാടനം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് സൈക്കിൾ മെക്കാനിക്കിന്റെ കാര്യം, മെക്കാനിക്കൽ ഓർഗനൈസേഷൻ. രണ്ടാമത്തേത് പ്രേരിത സംഘാടനം, ഇൻഡ്യൂസീവ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ, അതാണ് മണൽത്തരികൾ ഉണ്ടാകുന്നത്. മൂന്നാമത്തേത് സ്വയം സംഘാടനം. ഈ സ്വയം സംഘാടനം എന്നുള്ള അവസ്ഥയാണ് ജീവൻ എന്ന് പറയുന്നത്. ഈ ജീവനാണ് നിങ്ങളുടെ ഈ ശരീരത്തെ രൂപപ്പെടുത്തിയത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ശരീരത്തെ രൂപപ്പെടുത്തി, അപ്പോൾ ഒരു ശരീരമുണ്ടായി. ആ ശരീരത്തിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അതിനൊരു ഘടനാ സമഗ്രതയുണ്ട്. അതിന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും തമ്മിലുള്ള ഒരു ഘടനാ സമഗ്രതയുണ്ട്. നിങ്ങളുടെ വിഷയം തന്നെ സമഗ്രാരോഗ്യം എന്ന് പറയുന്ന, അല്ലെ സമഗ്രം എന്ന് പറയുന്ന വാക്ക് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പൊ അതില് ആ ഘടനയുടെ സമഗ്രത എന്നുള്ളൊരവസ്ഥയിലാണ് ശരീരം ഉണ്ടാകുന്നത്. അപ്പൊ ഘടനയുടെ സമഗ്രത ഉണ്ടാക്കിയത് ആരാണ്? ജീവനാണ്. ജീവൻ അതിനെ ഉണ്ടാക്കി. അപ്പോ ജീവനാണ് ഇതിൽ ഒന്നാമത്തെ ആള്. രണ്ടാമത്തെ ആളാണ് ശരീരം. ഈ ശരീരം ഉണ്ടായി കഴിയുമ്പോൾ, ശരീരം ഉണ്ടാകുന്നതിന്, ഇപ്പൊ എന്റെ ശരീരത്തിൽ ഒരു അവയവം ഉണ്ടാകുന്നതിന് എന്തൊരു പർപ്പസ് ഉണ്ട്. അതുപോലെ എന്റെ ശരീരത്തിന് അവയവം ഉണ്ടാകുന്നതിന് ഒരു പർപ്പസ് ഉള്ളത് പോലെ ഞാൻ ഉണ്ടാകുന്നതിന് ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് നടപ്പിലാക്കുക എന്നുള്ളതാണ് ആ പർപ്പസ് എന്തോ ആ പർപ്പസ് അതാത് സമയങ്ങളിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ് എന്റെ ധർമ്മം എന്ന് പറയുന്നത്. ധർമ്മ പദ്ധതി എന്നാണ് പറയുക. അതാണ് മൂന്നാമത്തെ ഭാഗം.
ഓക്കെ, അപ്പോ ജീവനുണ്ട്, ശരീരമുണ്ട്, ധർമ്മമുണ്ട്. ഈ ധർമ്മവും കർമ്മവും ഒക്കെ ആ ഒരു ഏരിയയിൽ വരുന്നതാണ് കേട്ടോ. ധർമ്മവും കർമ്മവും ഒക്കെ ആ ഒരു ഭാഗത്ത് വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഈ ധർമ്മ പദ്ധതിയെ, നിങ്ങളിലുള്ള ധർമ്മ പദ്ധതിയെ തൽക്കാലത്തേക്ക് മനസ്സെന്ന് വിളിക്കാം. അപ്പോ ആദ്യം എന്തുണ്ട്? ജീവൻ, ജീവനുള്ള ശരീരം, ശരീരത്തിൽ അതെങ്ങനെ പ്രവർത്തിക്കണം തീരുമാനിക്കുന്ന മനസ്സ്. ഇനിയും ഉണ്ട് കേട്ടോ 2 കാര്യങ്ങൾ, അതുകൂടെ വേണമെങ്കിൽ പറയാം. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതെങ്ങനെ, എവിടെ, എപ്പോൾ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത്, എപ്പോൾ, എങ്ങനെ, എവിടെ ഈ ധർമ്മങ്ങൾ നടപ്പിലാകണമെന്ന് തീരുമാനിക്കുന്നത് ഈ സത്തയ്ക്ക്, ഈ ശരീരത്തിന്, ഈ ജീവിക്ക് അതിന്റെ ചുറ്റുപാടുമായി പൊരുത്തപ്പെടാനുള്ള ശേഷിയിൽ നിന്നാണ്. ആ ശേഷിയാണ് തീരുമാനം എടുക്കുന്നത്. ആ ശേഷിയെ ആണ് സാധാരണ രീതിയിൽ ജ്ഞാനം എന്ന് പറയുന്നത്. അതിന്റെ തന്നെ മറ്റൊരു മുഖമാണ് ബോധം എന്ന് പറയുന്നത്. പക്ഷെ ഈ മറ്റൊരു മുഖം എന്ന് പറയുമ്പോൾ, ഇന്നലത്തെ സെഷനിൽ ഒരാൾ ചോദിച്ചു, ബോധം എന്ന് പറയുന്നത് തന്നെയല്ലേ മനസ്സ്, അല്ലെങ്കിൽ ബോധം എന്നുള്ളത് അറിവല്ലേ എന്നുള്ളത്. ബോധം എന്നുള്ളത് ഇതിന്റെ ഒടുവിൽ ഉണ്ടാകുന്നതല്ല, ബോധം ആദ്യമേ ഉള്ളതാണ്. തൽക്കാലത്തേക്ക് അതിലേക്ക് ഞാൻ പോകുന്നില്ല. തൽക്കാലത്തേക്ക് അറിവെന്നെടുക്കുക. അപ്പോ ആദ്യം പറഞ്ഞു ജീവൻ, രണ്ടാമത്തേത് ശരീരം, മൂന്നാമത്തേത് മനസ്സ്, നാലാമത്തേത് ജ്ഞാനം, അഞ്ചാമത്തേത് ഇതിനെയെല്ലാം ചലിപ്പിക്കാൻ ആവശ്യമായ ഒരു പരസ്പര വ്യവസ്ഥ ആവശ്യമാണ്. അതിനെയാണ് ചൈതന്യം, വൈറ്റാലിറ്റി എന്ന് പറയുക. ഫണ്ടമെന്റൽ ഫോഴ്സ് എന്നാണ് അതിനെ പറയുക. അപ്പോ ഇങ്ങനെ 5 ഘടകങ്ങൾ ചേർന്നിട്ടാണ് നിങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ശരീരമുണ്ട്, നിങ്ങൾക്ക് ജീവനുണ്ട്, നിങ്ങൾക്ക് മനസ്സുണ്ട്, നിങ്ങൾക്ക് ജ്ഞാനമുണ്ട്, വിസ്ഡം എന്ന് പറയുന്ന സംഭവമുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ചൈതന്യവുമുണ്ട്. ഈ 5ഉം ചേർന്നതാണ് നിങ്ങൾ. ഓക്കെ, അപ്പൊ ഇതിൽ മൂന്നാമത്തേതാണ് മനസ്സെന്ന് പറയുന്നത്. ഈ മനസ്സ് എപ്പോൾ പ്രവർത്തിക്കുമ്പോഴും അത് ഈ മുമ്പ് പറഞ്ഞ അറിവുമായി ചേർന്നാണ് പ്രവർത്തിക്കുക. അതുകൊണ്ട് അറിവിനെയും കൂടെ ചേർത്താണ് സാധാരണ മൈൻഡ്, സൈക്കി എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. അറിവിനെയും, അതായത് ബോധത്തെയും കൂടെ ചേർത്താണ് സൈക്കി എന്ന് വിളിക്കുന്നത്. അപ്പോ മനസ്സിലാക്കുക, ഈ മനസ്സെന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒരിടത്ത് ഇരിക്കുന്ന ഒരു സംവിധാനമല്ല, ബ്രെയിനിനകത്ത് ഇരിക്കുന്ന ഒരു സംവിധാനമല്ല. ഇത് ഒരു ആസൂത്രണ പദ്ധതിയാണ്. നിങ്ങൾ നിങ്ങളുടെ വെളിയിൽ ഉള്ള ഒരു വസ്തുവിനെ നിരീക്ഷിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിന് വെളിയിലുള്ള ഒരു വസ്തുവിനെ നിരീക്ഷിക്കുന്നു. ശരീരത്തിന് വെളിയിൽ എന്ന് വെച്ചാൽ ഭൗതികമായി നമ്മൾ അറിയുന്ന ശരീരം. ശരീരത്തിന് വെളിയിലുള്ള ഒരു വസ്തുവിനെ നിരീക്ഷിക്കുന്നു, അതിന്റെ ചലനത്തെ നിരീക്ഷിക്കുന്നു. അവിടെയാണ് നിങ്ങളുടെ കുഞ്ഞ് ഓടി കളിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധ എവിടെയായിരിക്കും? നിങ്ങളുടെ അറിയൽ എവിടെയായിരിക്കും? നിങ്ങളുടെ മസ്തിഷ്കത്തിലാണെന്ന് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം, പക്ഷെ നിങ്ങളുടെ ശ്രദ്ധ അവിടെയായിരിക്കും. പെറ്റ അമ്മമാർക്കറിയാം, കുഞ്ഞ് കുറച്ചപ്പുറത്ത് കിടന്ന് കരയുകയാണെങ്കിൽ, ഒരു കല്യാണ വീട്ടിൽ പോയി അവിടുത്തെ തിരക്കുകളിലാണ് നമ്മൾ, അങ്ങനെയുള്ളപ്പോൾ കുഞ്ഞ് കുറച്ചപ്പുറത്തെ ഒരു മുറിയിൽ കിടക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ കിടക്കുന്നു. ആ സമയത്ത് കുഞ്ഞ് അവിടെ കിടന്ന് കരയുകയാണെങ്കിൽ അമ്മയ്ക്ക് ഇവിടെ നിന്ന് അറിയാൻ കഴിയും. ശരീരബാഹ്യമായും നമ്മുടെ അറിവുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അറിയൽ എന്നുള്ള പ്രക്രിയ അവിടെ, പ്രോസസ് ഓഫ് കോഗ്നീഷൻ എന്നുള്ളത് അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ മാത്രം ഒതുങ്ങുന്ന, മസ്തിഷ്കത്തിലോ നെർവസ് സിസ്റ്റത്തിലോ മാത്രം ഒതുങ്ങുന്ന ഒരു സംവിധാനമല്ല, ഒരു വസ്തുവല്ല. അത് കാരണം അതൊരു വസ്തുവേ അല്ല. വസ്തുവിനെ നമുക്ക് ബീയിങ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഒരു എൻറ്റിറ്റി, എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു എൻറ്റിറ്റി ആയിട്ട്, ബീയിങ് ആയിട്ട് കണക്കാക്കാം. മനസ്സെന്ന് പറയുന്നത് ഒരു ബീയിങ് അല്ല, അതൊരു ഡൂയിങ് ആണ്, അതൊരു ആക്ടിവിറ്റിയാണ്, ഒരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനമായി നിൽക്കുന്ന ഈ മനസ്സ് ശാന്തമായി ഇരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള അവസ്ഥയായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ മനസ്സിന്റെ പരിപാടി എന്ന് പറയുന്നത് എന്താ? മനസ്സ് ആസൂത്രണമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. മനസ്സ് എങ്ങനെയാണ് ആസൂത്രണം ചെയ്യുന്നത്? അതിന്റെ ഇന്ദ്രിയങ്ങൾ വഴി. ഇന്ദ്രിയങ്ങൾ, ഇപ്പൊ ഞാൻ എന്നുള്ള ജീവിയെ കുറിച്ചാണല്ലോ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്റെ ഇന്ദ്രിയങ്ങൾ വഴി, എന്റെ കണ്ണ്, കാത്, ത്വക്ക്, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്റെ ഇന്ദ്രിയങ്ങൾ വഴി പ്രകടമായ ഒരു തലത്തിൽ നിന്നും ഞാൻ വേണ്ടുന്ന വിഷയങ്ങളെ സ്വാംശീകരിക്കുന്നു. അവിടെ നിന്നും കിട്ടുന്നത് എന്താണെന്നറിയോ? എന്റെ ഉപരിവ്യവസ്ഥയിൽ, അതായത് ഞാൻ എന്തിനകത്താ ജീവിക്കുന്നത്? ഭൂമി എന്ന ഗർഭപാത്രത്തിനകത്താണ് ജീവിക്കുന്നത്. ആ ഭൂമി എന്ന ഗർഭപാത്രം, ഞാനത് എളുപ്പത്തിലാണ്, ഞാൻ ഈ ഒരു എളുപ്പത്തിൽ മനസ്സിലാകാനാണ് ഭൂമി എന്ന ഗർഭപാത്രം. അതിന്റെ ഇടയിലൊക്കെ പല തലങ്ങളുണ്ട്, അവയിലേക്കൊന്നും ഞാനിപ്പോ സ്പർശിക്കുന്നില്ല. തൽക്കാലം ഭൂമി അല്ലെങ്കിൽ പ്രകൃതി എന്ന ഗർഭപാത്രത്തെ എടുക്കുക. ആ കൂടിനകത്ത് ഞാൻ ജീവിക്കുമ്പോൾ ആ ശരീരത്തിന്റെ ഒരു അവയവമാണ് ഞാൻ. അപ്പൊ ഇവിടെ ജീവിക്കുന്ന സമയത്ത് ഞാൻ എന്റെ കൈയോട് പുറം ചൊറിയൂ എന്ന് പറഞ്ഞതുപോലെ എന്നോട് പ്രകൃതി പറഞ്ഞുകൊണ്ടിരിക്കണം എന്തോ ചെയ്യൂ എന്ന്. ആ ചെയ്യൂ എന്ന് പറയുന്ന സംഭവം എന്താണ് എന്ന് എന്റെ മുമ്പിലേക്ക് വരുന്നത് ഞാൻ സ്വീകരിക്കുന്നത് എന്റെ ഇന്ദ്രിയങ്ങൾ വഴിയാണ്. ഞാൻ എന്ത് ചെയ്യണം എന്ന് കൈയോട് ആവശ്യപ്പെടുന്നത്
ചില സംജ്ഞകൾ വഴിയാണല്ലോ, ചില സൂചനകൾ വഴിയാണല്ലോ ഞാൻ അവിടെ ഡിമാൻഡ് ചെയ്യുന്നത്. എന്റെ കയ്യെ എന്നോട് ഒന്ന് എന്റെ പുറം മാന്തു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, അത് ഒരു സൂചന വഴിയാണെങ്കിൽ അതേപോലെ ഒരു സൂചന പ്രകൃതി എനിക്ക് തരുന്നുണ്ട്. ആ തരുന്നതിനെ ഞാൻ സ്വീകരിക്കുന്നത് എന്റെ ഇന്ദ്രിയങ്ങൾ വഴിയാണ്. അതുവഴിയാണ് ഞാൻ കാര്യങ്ങൾ റിസീവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ എന്റെ ഒന്നാമത്തെ ഭാഗം മനസ്സിന്റെ ഒരു പ്രവർത്തന തലമാണ് ഈ ഇന്ദ്രിയങ്ങൾ വഴി സ്വീകരിക്കുന്ന കാര്യങ്ങൾ. ആ ഇന്ദ്രിയങ്ങൾ എന്നുള്ളതിനെ നമ്മൾ എന്താണ് സാധാരണ വിളിക്കുക? ജ്ഞാനേന്ദ്രിയം എന്ന് പറയും. ജ്ഞാനേന്ദ്രിയം, ജ്ഞാനത്തെ ഉണ്ടാക്കുന്നത്, വെളിയിൽ നിന്നും കാര്യങ്ങളെ സ്വീകരിക്കുന്നു, ജ്ഞാനേന്ദ്രിയം എന്ന് പറയും. ജ്ഞാനേന്ദ്രിയങ്ങൾ വഴി വരുന്നതാണ് പ്രകട മനസ്സിൽ നിന്ന്, പ്രകടമായി നിൽക്കുന്ന ആ അവസ്ഥയിൽ നിന്ന്, പ്രകടബോധത്തിൽ നിന്നും എന്നിലേക്ക് കിട്ടുന്ന ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെ എടുത്തു. ഇനി ഇതിനു മുമ്പും ഇതുപോലെ കിട്ടിയിട്ടുണ്ട്, അപ്പോഴും ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത് എവിടെയാണെന്നറിയും? ഇത് കഴിഞ്ഞുപോയി, കാലം കഴിഞ്ഞുപോയി, പക്ഷെ അതിന്റെ അനുഭവങ്ങൾ എനിക്കുണ്ട്, അതിന്റെ ഓർമ്മകൾ എനിക്കുണ്ട്. ആ ഓർമ്മകൾ എന്റെ അവയവങ്ങളിലായിട്ട്, എന്റെ ശരീരത്തിന്റെ അവയവങ്ങളിലായിട്ട്, കൈകളിൽ കാലുകളിലും ഒക്കെ ആയിട്ട് ഞാൻ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ പരിക്കുകൾ എന്നിൽ ഉണ്ടായിട്ടുണ്ട്. ആ പരിക്കുകളാണ് ഓർമ്മകളായിട്ട് നിൽക്കുന്നത്. ആ ഓർമ്മകൾ, ഇതിനു മുമ്പ് കടന്ന സംഭവങ്ങളുടെ ഓർമ്മകൾ എൻ്റെ ഉള്ളിലുണ്ട്. അതിനെയാണ് നമ്മൾ സ്മൃതി അല്ലെങ്കിൽ മെമ്മറി എന്ന് പറയുക. സ്മൃതീന്ദ്രിയം എന്നാണ് നമ്മൾ അതിനെ പറയുക. നമ്മുടെ ഓർമ്മകളുടെ ഒരു യൂണിറ്റിൽ നിന്നും നമുക്ക് വേണ്ടുന്നത് റിട്രീവ് ചെയ്തെടുക്കുന്ന ഒരു ഭാഗമാണിത്. അപ്പോൾ ആദ്യം ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്ന് കാര്യങ്ങളെ സ്വീകരിക്കുന്നു. ഞാനതിനെ എന്റെ മുൻവശത്താണ് ഞാനത് ചിത്രീകരിക്കുന്നത്. ഞാനിപ്പോ നമ്മളൊരു ഒരു പെർഫോമൻസ് ആണല്ലോ ഇത്. അപ്പൊ ഞാൻ ഇതിന്റെ മുൻപിൽ നിന്നും എനിക്ക് ഇന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്നു. ഈ വശത്ത്, എന്റെ ഇടതുവശത്തായിട്ട് ഞാൻ അതിനെ എന്റെ ഓർമ്മകളിൽ നിന്നും ഞാൻ വേണ്ടുന്നത് എടുക്കുന്നു എന്ന് പറയുന്നത്. ഓർമ്മകൾ വരുന്നതിന് മുമ്പിലത്തെ അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഓർമ്മകൾ. അപ്പൊ അതാണ് എന്റെ ഉപബോധം എന്ന് പറയുന്നത്. ഇനിയൊന്ന്, എന്റെ ആന്തരിക ഘടനയുണ്ടല്ലോ, എന്റെ ആന്തരിക ശേഷി ഉണ്ടല്ലോ. എന്റെ ആന്തരിക ശേഷി എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും എന്നറിയോ? ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അത് ഇന്ന രാഗമാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ളത്. അതല്ലെങ്കിൽ ഞാൻ ഒരു ഗന്ധം കേട്ടു, അത് ഇന്നതിന്റെ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ളത്. ഇതെല്ലാം എന്റെ ആന്തരിക ശേഷിക്കനുസരിച്ചാണ് ഉണ്ടാകുന്നത്. എനിക്കൊരു നർമ്മം കേട്ട് കഴിഞ്ഞാൽ അത് ചിരിക്കാനുള്ളതാണെന്നുള്ള ഒരു മിനിമം ബോധ്യം വരണമെങ്കിൽ അതൊക്കെ ഉണ്ടാകുന്നത് ഇതെല്ലാം എന്റെ ആന്തരിക ശേഷികൾ കൊണ്ടാണ്. അതിൽ രണ്ട് വിഭാഗങ്ങളുണ്ട്. ഒന്ന് ജന്മസിദ്ധമായി കിട്ടുന്നതും ഒന്ന് പരിശീലനം കൊണ്ട് കിട്ടുന്നതും. ഈ പരിശീലനം കൊണ്ട് കിട്ടുന്നതും ജന്മസിദ്ധമായി കിട്ടുന്നതും രണ്ടിനെയും അവബോധം എന്നാണ് പറയുക. പരിശീലനം കൊണ്ട് കിട്ടുന്നതിനെ നമ്മൾ ശിക്ഷണം എന്ന് വെച്ചാൽ അറിയില്ലേ, പരിശീലനം കൊണ്ട് കിട്ടുന്നതിന് ശിക്ഷിതാവബോധം എന്ന് പറയും. പരിശീലനം കൊണ്ട് അല്ലാതെ കിട്ടുന്നത്, ജന്മസിദ്ധമായി കിട്ടുന്നത്, ഇപ്പൊ ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അമ്മയുടെ പാല് കുടിക്കാൻ തോന്നില്ല, ആ തോന്നലിനെ സഹജാവബോധം എന്ന് പറയും. അപ്പൊ ഇത് രണ്ടും എന്റെ ഉള്ളിൽ അവബോധമായി നിൽക്കുന്നു. അപ്പോ ഒന്നാമത് ജ്ഞാനേന്ദ്രിയങ്ങൾ കിട്ടുന്ന കാര്യം. രണ്ടാമത് ഉപബോധത്തിൽ നിന്നും കിട്ടുന്നത്, അതായത് സ്മൃതീന്ദ്രിയങ്ങളിൽ നിന്നും കിട്ടുന്നത്. മൂന്നാമത്തത് ആന്തരിക അവയവങ്ങളിൽ, ആന്തരിക മണ്ഡലത്തിൽ നിന്നും കിട്ടുന്ന ചോദനകൾ. നാലാമത്തേത് ഇനി എന്തു വേണം എന്ന് ഉള്ള ചിന്ത. ഈ ചിന്തയാണ് നമ്മൾ വിഭാവനം എന്ന് പറയുന്നത്. മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് എന്താണെന്നറിയോ? ഒരു മോഡൽ ഇല്ലാതെ നമുക്ക് ഭാവന ചെയ്യാൻ കഴിയും. ഒരു കാക്കയ്ക്ക് ഭാവന ചെയ്യാൻ കഴിയും, അതിന്റെ കൂട് ഭാവന ചെയ്യാൻ കഴിയും. പക്ഷെ മറ്റൊരു കാക്കയും ഭാവന ചെയ്യുന്നത് ഇതേപോലത്തെ ഒരു കൂടായിരിക്കും. വേറൊരു കാക്കയും ഇതുപോലത്തെ ഒരു കൂടായിരിക്കും ഭാവന ചെയ്യുക. അവർക്ക് പുതിയൊരു സംഭവം, മൂർത്തരൂപം ഇല്ലാതെ ഒരു ഭാവന ചെയ്യാൻ, സഹജാവബോധത്തിനും അപ്പുറത്തൊരു ഭാവന ചെയ്യാൻ കഴിയില്ല. മനുഷ്യനത് കഴിയും. മനുഷ്യൻ ഒരു വീട് പോലെ വേറൊരു വീട് ഉണ്ടാക്കില്ല ഒരിക്കലും. അപ്പോ ആ ഭാവന ചെയ്യാനുള്ള ശേഷിയാണ് നാലാമത്തെ ഭാഗം. എന്തൊക്കെ കൊണ്ടാണെന്നറിയോ ഭാവന ചെയ്യുന്നത്? വർത്തമാനത്തിൽ എന്താണ് ഉള്ളതെന്ന് മനസ്സിലാക്കും, പൂർവ്വത്തിൽ എന്തായിരുന്നു, പഴയ കാലത്ത് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കും, എനിക്ക് എന്തൊക്കെ ശേഷിയുണ്ടെന്ന് മനസ്സിലാക്കും, എനിക്ക് എന്തൊക്കെ വേണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇതൊന്നുമില്ലാതെ ചിന്തിച്ചു കൂട്ടിയിട്ട് ഭാവന ചെയ്യും. ഈ ഭാവന ചെയ്യുന്നതിന്റെ ഇടയിൽ ഇതിനെല്ലാം വിശകലനം ചെയ്യുന്ന ഇതിനെല്ലാം തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ചെറിയ പ്രോസസ് ഉണ്ട്. അത് നമ്മുടെ ഒരു തരം ഇന്റലിജൻസ് ആണ്, ഒരു തരം ബുദ്ധിയാണ്. ഇത് നാലും കൂടി ചേർത്ത് കൊണ്ടുള്ള ഈ വിശകലനത്തെയാണ് മനസ്സെന്ന് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ ഇന്ദ്രിയങ്ങളിൽ നിന്ന് വർത്തമാനത്തെയും ഓർമ്മകളിൽ നിന്ന് പൂർവ്വകാലത്തെയും പിന്നെ ഭാവനകളിലൂടെ, ആന്റിസിപ്പേഷനിലൂടെ, പ്രത്യാശകളിലൂടെ നമ്മുടെ ഭാവിയെയും കണക്ട് ചെയ്യുന്ന, ആന്തരിക ശേഷിക്കനുസരിച്ച് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സംവിധാനത്തെയാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത്.
ഈ മനസ്സ് വെച്ചിട്ടാണ് നമ്മൾ ഭാവന ചെയ്തിട്ടുള്ള ലോകത്തെ ഉരുവാക്കുന്നത്. നമ്മൾ എന്ത് ഭാവന ചെയ്യുന്നു, ഭാവനയിൽ എത്ര നേരം നമുക്ക് ഉറച്ചിരിക്കാൻ കഴിയുന്നു, അത്രയും നമ്മുടെ മുന്നിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കും. കാരണം നമ്മൾ എന്ത് ഭാവന ചെയ്യുന്നോ ആ ഭാവന ചെയ്യുന്നതാണ് ഉപരിവ്യവസ്ഥയ്ക്ക് ബോധ്യമാവുക, ഉപരിവ്യവസ്ഥ അത് സാധ്യമാക്കുക. ഈ ഭാവന എന്നുള്ളത് നമ്മളിൽ സംഭവിക്കുമ്പോൾ അതിനോട് കൂട്ടിച്ചേർത്ത് പ്രവർത്തിക്കാൻ ഈ ഏക ശരീരം, ഞാൻ പറഞ്ഞു പ്രപഞ്ചം എന്ന ഏക ശരീരം, ആ ഏക ശരീരം ഇവയെല്ലാം ചേർന്നുള്ള ഒരു സംവിധാനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഈ പ്രവർത്തനം കൊണ്ട് നമുക്ക് എന്താണോ വേണ്ടത് അത് സംഭവിക്കും. ഈ പലപ്പോഴും ആശങ്കകളൊക്കെ ഉണ്ടാവുന്നത് എന്താണെന്നറിയോ? കാണുന്ന ഇന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന കാഴ്ചകൾ കൃത്യമായിട്ട് മനസ്സിലാവില്ല. ഓർമ്മകളിലുള്ളത് ചിലപ്പോൾ കൃത്യമായിട്ട് കിട്ടണമെന്നില്ല. കിട്ടിയ കാര്യത്തെ നേരെ വണ്ണം മെമ്മറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. ആന്തരിക ശേഷി എന്താണെന്ന് അറിയില്ല. പലപ്പോഴും നമ്മൾ ചില തെറ്റിദ്ധാരണകളുടെ പുറത്തായിരിക്കും ഉണ്ടാവുക. ഇവിടെ എന്നാ തെറ്റിദ്ധാരണ വരിക? ഇന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് കരുതി വെക്കുന്നു. ആവർത്തിച്ച് കിട്ടുന്നതൊക്കെ ശരിയാണെന്ന് കരുതി വെക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ തെറ്റിദ്ധാരണകൾ ഉണ്ടാവുക. ആ തെറ്റിദ്ധാരണകളുടെ പുറത്തുള്ള ഒരു ലോകം വെച്ചിട്ട് നമ്മൾ ഭാവന ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഉത്തരം കിട്ടില്ല, നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല. നമ്മൾ ഈ മഞ്ഞ് നിറഞ്ഞ ഒരു വഴിയിലൂടെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ തൊട്ട് മുമ്പിലുള്ളത് കാണുമല്ലോ, അതിനപ്പുറത്ത് കാണില്ലല്ലോ. അതുപോലെ നമുക്ക് ജീവിതത്തിന്റെ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ ഇതാണോ ശരി, അതാണോ ശരി, ഇപ്പൊ കാണുന്നതാണോ ശരി, പഴയ ഓർമ്മയാണോ ശരി, എന്റെ ശേഷിയാണോ ശരി, ഇതെല്ലാം തമ്മിൽ ഇങ്ങനെ കൂട്ടിയിണക്കി ഇങ്ങനെ വട്ടത്തിൽ ചുറ്റി നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക, അവിടെയാണ് സമാധാനക്കുറവ് ഉണ്ടാവുക. അപ്പൊ ഈ സമാധാനക്കുറവ് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ക്ലാരിറ്റിയാണ്. നമുക്ക് ഇന്ദ്രിയങ്ങൾ വഴി കാണുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കാണണം. അതിന് വേണ്ടത് ഉപകരണങ്ങളില്ലാതെ കാണാൻ കഴിയണം. നമുക്ക് കാണുന്ന കാഴ്ചകൾക്ക് കണ്ണടകൾ, ഇത്തരം കണ്ണടകൾ ഉണ്ടല്ലോ. ഈ കണ്ണട എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് പ്രത്യയശാസ്ത്രങ്ങളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഐഡിയോളജിയുടെ മറയില്ലാതെ കാണാൻ കഴിയണം. നമ്മുടെ വിശ്വാസങ്ങളുടെ മറയില്ലാതെ കാണാൻ കഴിയും. വിശ്വാസം എന്ന് വെച്ചാൽ ദൈവവിശ്വാസത്തെ കുറിച്ചോ ഒന്നും അല്ല പറയുന്നത് കേട്ടോ. നമുക്ക് 100 കണക്കിന് വിശ്വാസമുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ വാക്സിൻ നല്ലതാണെന്ന് പറയുന്ന ഒരു വിശ്വാസം, അതൊരു വിശ്വാസമാണ്. ആ വിശ്വാസം കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ അത് അതിനനുസരിച്ചാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എങ്ങനെ കാണുന്നതിനനുസരിച്ചുള്ള ഈ കാഴ്ച ക്ലിയർ ആയിരിക്കണം. അവിടെ ഓർമ്മകളിൽ വേണ്ടുന്നത് എടുത്തു വെച്ച് വേണ്ടാത്തത് കളഞ്ഞിരിക്കാനുള്ള വൈകാരികമായി ശുചീകരണം നടത്താനുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടാവണം. ഓർമ്മകളിലൂടെ കടന്നുപോയ കാര്യങ്ങൾ അനാവശ്യമായിട്ടുള്ളത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല, അതിനെ കളഞ്ഞിട്ടുണ്ടായിരിക്കണം. ആന്തരിക ശേഷിയെക്കുറിച്ച് നമുക്ക് ഭൂരിഭാഗത്തിന്റെയും വിഭാഗം എന്ന് വെച്ചാൽ ഞാൻ കേൾക്കുന്നതൊക്കെ കൃത്യമായിട്ട് ബോധ്യമാകുന്നു, ഒരാൾക്ക് മനസ്സിലാവില്ല. ഞാൻ ഈ പറയുന്നതിന്റെ ഭൂരിഭാഗവും നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. കാരണം നിങ്ങൾക്ക് എന്ത് ബോധ്യമാകുന്നുവോ, നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ബോധ്യം കൊണ്ട് വന്നിട്ടുണ്ടോ അതിനെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ബോധ്യമായി എന്ന് നിങ്ങൾ പറയും. അതല്ലാതെ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുക തന്നെയില്ല. കാരണം നമുക്ക് അറിയുന്നതിനോട് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് അറിയാത്തതിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുക. അങ്ങനെയാണ് മനുഷ്യന്റെ ലോകത്തുള്ള എല്ലാ സംവിധാനങ്ങളുടെയും കോഗ്നിറ്റീവ് പ്രോസസ്, അറിയൽ എന്നുള്ള പ്രക്രിയ. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രം ഞാൻ പറയണം. നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോ അതെന്തുകൊണ്ടാണ്? നമുക്ക് നമ്മുടെ ആന്തരിക ശേഷികളെ കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ ഞങ്ങൾ കോർട്ടക്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രാക്ടീസ് ഉണ്ട്. ഞങ്ങളുടെ ട്രെയിനിങ് പ്രോഗ്രാമുകളെല്ലാം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് കോർട്ടക്കാർവ്. ഒരു വ്യക്തിക്ക് ഞാൻ എവിടെ നിൽക്കുന്നു, പരിണാമ ശ്രേണിയിൽ എവിടെ നിൽക്കുന്നു എന്ന് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു പ്രാക്ടീസ്. ബുദ്ധിനൊക്കെ അത് ചെയ്തിട്ടുണ്ട്. ആ പ്രാക്ടീസിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് നമ്മളെ കുറിച്ച് വളരെ കൃത്യമായിട്ട് വിഷയം കിട്ടും. നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവില്ല എന്നുള്ള ബോധ്യം വരും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി തുറവയുണ്ടാവും. മുമ്പിൽ വരുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് നിഷ്പക്ഷമായി നിരീക്ഷിക്കാനുള്ള വഴിയുണ്ടാവും. നമ്മൾ ബയസ്ഡ് ആയിട്ട് പോകില്ല, നമ്മുടെ ഓർമ്മകളിൽ കുരുങ്ങിക്കിടക്കില്ല. നമ്മുടെ ആന്തരിക ശേഷികളെ കുറിച്ച് അനാവശ്യമായിട്ടുള്ള പ്രതീക്ഷകൾ വെച്ച് പുറത്ത് ഇതൊന്നുമില്ലാതെ ശുഭമായ ഭാവനയിലൂടെയാണ് നമ്മുടെ ജീവിതം ഉണ്ടാകുന്നത് എന്നൊരവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഏതവസ്ഥയിൽ നിന്നും നമുക്ക് പോസിറ്റീവായിട്ട് കൺവെർട്ട് ചെയ്യാനുള്ള ഒരു അവസ്ഥ, ഒരു പരിശീലനം നമുക്ക് ഉണ്ടാവണം. ആ പരിശീലനത്തിലൂടെ നമ്മൾ ഭാവന ചെയ്യുന്ന സമയത്ത് മനസ്സ് ശാന്തമായി ഒഴുകും. അതിനനുസരിച്ച് ഭാവനകൾ ഉണ്ടാകും, അതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ഞാൻ ഈ പറഞ്ഞത് ഒരു വ്യക്തിയുടെ, നിങ്ങളുടെ കാര്യത്തിലാണ്. ഈ മനസ്സെന്ന് പറയുന്ന അതേ അവസ്ഥ ഭൂമിക്കുമുണ്ട്, നിങ്ങളുടെ അവയവത്തിനുമുണ്ട്, കോശത്തിനുമുണ്ട്. ഭൂമിക്കും അവയവത്തിനും കോശത്തിനുമുള്ള മനസ്സുകളെ നിങ്ങൾക്ക് തമ്മിൽ ഏകീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് വിനിമയം ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങളോട് സംവദിക്കുന്നുണ്ടല്ലോ, ഇത് നമ്മൾ തമ്മിൽ ഈ എന്താ പറയുക, ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് ഈ വിനിമയം. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉപരിവ്യവസ്ഥയോടും ആന്തരിക വ്യവസ്ഥയോടും വിനിമയം ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് സുതാര്യമായി ഇരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ശരിയായ ധ്യാനത്തിലൂടെ
ശരിയായ ധ്യാനം എന്ന് പറയുമ്പോൾ തെറ്റായ ധ്യാനം ഉണ്ടെന്നൊരു ധ്വനി അതിനകത്തുണ്ട്. ഞാൻ ബോധപൂർവ്വം ഉപയോഗിച്ചതാണ്. ശരിയായ ധ്യാനത്തിനകത്തൂടെ കടന്നു പോകാൻ നിങ്ങൾക്ക് കഴിയണം. അത്തരത്തിലുള്ള ഒരു അവസ്ഥ ബോധപൂർവമല്ലാതെ സംഭവിക്കുന്നതാണ് ഉറക്കം. ഈ ഉറക്കത്തിന്റെ ബോധപൂർവമായിട്ടുള്ള ഒരു പരിശീലനമാണ് ധ്യാനം എന്ന് പറയുന്നത്. ഇതിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഈ മനോതലങ്ങൾ തമ്മിൽ ഒരു ശരിയായ സുതാര്യമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവുക. അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കുമ്പോഴാണ് നമ്മുടെ ശരീരം അതിന്റെ സമഗ്രമായ വഴികളിലൂടെ പരസ്പര ബന്ധിതമായി നിൽക്കുകയും മനസ്സ് ശാന്തമായി ഒഴുകുകയും എന്താണോ ജീവൻ ഈ ശരീരത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്ന വഴിയിലേക്ക് തന്നെ കൊണ്ടുപോകുവാൻ ശരീരത്തെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത്. അതേസമയം മനസ്സിനെ കലുഷിതമാക്കി വെക്കാൻ പാകത്തിൽ ഇന്ദ്രിയങ്ങളെ വേണ്ടാത്ത വഴികളിലേക്ക് തുറന്നു വിടുകയും അനുചിതമായ ചിന്തകളിലൂടെയും ഓർമ്മകളിലൂടെയും കടന്നു പോവുകയും അഹങ്കാരം നിറഞ്ഞ സ്വാഭിമാനത്തോടുകൂടി നിൽക്കുകയും അനുചിതമായ ഭാവനകളിലൂടെ പോവുകയും അനുചിതമായ ഒരു അവസ്ഥയിൽ നിന്നും ശുഭകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന വഴി അറിയാതിരിക്കുകയും ഒക്കെ ചെയ്താൽ നമ്മുടെ ശരീരം, നമ്മുടെ ആന്തരിക ശരീരം, നമ്മുടെ ബാഹ്യ ശരീരം എന്ന് വെച്ചാൽ ഭൂമി, ആന്തരിക ശരീരം എന്ന് വെച്ചാൽ ഇന്റേണൽ ഓർഗൻസ്, ഇവയൊന്നും തമ്മിലുള്ള ബന്ധങ്ങൾ പരസ്പരം ഉണ്ടാകില്ല, കൃത്യമായി സംഭവിക്കില്ല. അത് സംഭവിക്കണമെങ്കിൽ ഇവയെല്ലാം തുറന്നു വെക്കുക, സുതാര്യമാക്കുക. മനസ്സ് ശാന്തമായിരിക്കാൻ ഒരു ചെറിയ വഴി പറയാം. മുമ്പിൽ ആരെ കണ്ടാലും എന്തിനെ കണ്ടാലും അവർക്ക് നന്മയുണ്ടാകണമെന്ന് കരുതി പ്രാർത്ഥിക്കുക. കാരണം ഞാൻ മുമ്പേ പറഞ്ഞു, ഇതൊരു ഏക ശരീരമാണ്. ഞാൻ ഭൂമി എന്ന ശരീരത്തിന്റെ ഭാഗമാണ്, നിങ്ങളും ഭൂമി എന്ന ശരീരത്തിന്റെ ഭാഗമാണ്, നിങ്ങൾ ഓരോരുത്തരും എന്റെ ശരീരത്തിന്റെ തന്നെ മറ്റൊരു ഭാഗമാണ്. അങ്ങനെ ഞാൻ ബോധ്യപ്പെട്ടാൽ എനിക്ക് നിങ്ങളെ കാണുമ്പോൾ കാലുഷ്യം ഉണ്ടാകേണ്ട കാര്യമില്ല, അസൂയ ഉണ്ടാകേണ്ട കാര്യമില്ല. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്കും എന്റെ ശരീരത്തിന് സൗഖ്യമുണ്ടാകുന്നത് പോലെ നിങ്ങൾക്കും സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുഞ്ചിരിക്കാൻ കഴിയും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു കൊച്ചു കുഞ്ഞിനെ കണ്ട് പുഞ്ചിരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന നൈർമല്യം. 1ാം ക്ലാസ്സിൽ നമ്മളെ പഠിപ്പിച്ച മാഷെ കണ്ട് ആദരവോടുകൂടി പുഞ്ചിരിക്കുന്ന സമയത്ത് കണ്ണിൽ വെള്ളം വരുന്ന ഒരവസ്ഥ. ഇതുപോലെ മനസ്സിനെ തുറന്നു വയ്ക്കാൻ നിങ്ങൾക്ക് ആരെ കാണുമ്പോഴും കഴിയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിന് ശാന്തമായി ഒഴുകാൻ കഴിയും. അത് ധ്യാനത്തിലേക്കും സമഗ്രമായ ജീവിതാവസ്ഥയിലേക്കും നിങ്ങളുടെ ജീവിതാരോഗ്യത്തിലേക്കും നിങ്ങളുടെ പരിസ്ഥിതിയുടെയും ജീവരാശിയുടെയും ഈ ഭൂമിയുടെ തന്നെയും ആരോഗ്യത്തിലേക്ക് നയിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ സന്തോഷം. അങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെയും സൈക്കോളജി, നിങ്ങളുടെ ഫിസിയോളജിയെ ശരിയായി സഹായിക്കുന്നു എന്നുള്ള ഒരു ധാരണ, അതായത് നമുക്ക് സൈക്കോളജി ഉള്ളതുപോലെ എക്കോളജിക്ക് ഒരു സൈക്കോളജി ഉണ്ട്. ആ സൈക്കോളജിയും ആന്തരിക സൈക്കോളജിയും 3 തലത്തിലുള്ള സൈക്കോളജിയും കൂടി പരിഗണിക്കുമ്പോഴാണ് ശരിയായ ഒരു സമഗ്രമായ മനസ്സിന്റെ ഉടമകളാവാൻ കഴിയൂ എന്നുള്ള സംക്ഷിപ്തമായി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും പ്ലാറ്റ്ഫോം ഓപ്പൺ ആക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കാം. താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ ഇവിടെ കൈകാര്യം ചെയ്തു. താങ്ക് യു. താങ്ക് യു ഒളിമ്പസ് സാർ, വളരെ സന്തോഷം. മനസ്സിന്റെ അഗാധ തലങ്ങൾ, എങ്ങനെയാണ് മനസ്സിലേക്ക് നമ്മൾ എത്തുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായി പറഞ്ഞു. തീർച്ചയായിട്ടും ഇതുവരെ ഞങ്ങൾക്ക് മനസ്സെന്താണെന്ന് അറിയാവുന്നതിൽ നിന്ന് ഒത്തിരി വിഭിന്നമായി, വ്യത്യസ്തമായി അനേകം സംശയങ്ങളുടെ തലങ്ങളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു മനസ്സിനെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ടായിരുന്നു. ആ ധാരണയൊക്കെ തകിടം മറിഞ്ഞു എന്നൊരു സംശയം. എനിവേ, ബാക്കിയുള്ളവരുടെ സംസാരം, അവരുടെ ഫീഡ്ബാക്ക് കൂടെ കേട്ടതിന് ശേഷം തീർച്ചയായിട്ടും ആധികാരികമായിട്ട് നമുക്ക് സംസാരിക്കാം. റോയ് സാർ, കേൾക്കാമോ? എനിക്ക് അരമണിക്കൂർ നഷ്ടപ്പെട്ടു പോയി, അത് കഴിഞ്ഞ് കയറാൻ പറ്റും. എങ്കിലും ഞാൻ കേട്ട ഭാഗങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സമയത്തിൽ വളരെ ബുദ്ധിമുട്ട് തോന്നി. കാരണം മനസ്സിനെ കുറിച്ച് സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അതൊരു അവസാനം പറഞ്ഞു നിർത്തിയ ഒരു കാര്യം എനിക്ക് വളരെ ഇതായി. മനസ്സ്, ആരെ കണ്ടാലും മനസ്സ് തുറന്നു വെക്കുക എന്ന് പറയുന്ന ഒരു ഭാഗം. അതുപോലെ തന്നെ ഈ ധ്യാനത്തെ കുറിച്ച് പറഞ്ഞു സാർ. ഉറക്കമല്ല, ബോധപൂർവമുള്ള ഉറക്കമാണ് ധ്യാനം. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ എനിക്കത് സാറ് പറഞ്ഞതുപോലെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. ആ പറയുന്നതെല്ലാം എനിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷേ അത് ആദ്യം കാണാൻ പറ്റിയത് കൊണ്ട്, ആദ്യം കേൾക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള ഒരു ഇതുണ്ട്. ഇനി
ഇത് ഞാൻ ഇനി ഇത് കണ്ടോളാം. ഞാൻ ഇതുണ്ടല്ലോ യൂട്യൂബിൽ കണ്ടോളാം. എന്നിട്ട് എനിക്കത് എനിക്ക് ഏതായാലും അത് നഷ്ടപ്പെട്ടു പോയാൽ പ്രയാസം തോന്നുന്നു ഒത്തിരി. ഞാൻ കേട്ടപ്പം അതിലെ എനിക്ക് ഭയങ്കരമായിട്ട് അതിൽ ഉൾക്കൊള്ളാൻ പറ്റും. സന്തോഷം. ഓക്കെ സാർ, താങ്ക് യു. വേറെ ആരാണ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക? ബിദിനൊന്ന് മാനേജ് ചെയ്യും, ഞാനൊന്ന് പുറത്താണ്. ഓക്കെ. എല്ലാ നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം ഓപ്പൺ ആണ്. അപ്പോ മനസ്സിന്റെ തലം എന്ന് പറയുന്നത് നമ്മൾ കേവലം കാണുന്ന ഒരു മനസ്സല്ല. വളരെ വളരെ ഒരു മൈൻഡ് ബ്ലോയിങ് സെഷനാണ് ഞാൻ കേട്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളെയൊക്കെ കാഴ്ചപ്പാടുകളും പെർസെപ്ഷനും ഒക്കെ കുറച്ചൊക്കെ ഉലഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ ഉലയണം. അപ്പം അറിയുന്ന മനസ്സുകൾ അറിയേണ്ട ആത്മാവിനെ സ്പർശിച്ചിട്ടുണ്ടാവാം എന്ന് ഞാൻ തീർച്ചയായിട്ടും ഉൾക്കൊള്ളുന്നു, മനസ്സിലാക്കുന്നു. കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ചോദിക്കാം. പ്ലാറ്റ്ഫോം ഓപ്പൺ ആണ്. പ്ലീസ്. താങ്ക് യു. നമസ്കാരം, ഞാൻ വേണുഗോപാലാണ്. നേരത്തെ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് സാർ നേരത്തെ പറഞ്ഞ കണക്ക് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അതിൽ കയറാൻ ഒത്തത്. പക്ഷെ എനിക്ക് അതൊരു നേരത്തെ കിട്ടാത്തതുകൊണ്ട് ഒരു പ്രയാസം പോലെ തോന്നുന്നു. അത് പിന്നെ ഏതെങ്കിലും രീതിയിൽ കിട്ടും. അപ്പൊ അതുകൊണ്ട് ക്വസ്റ്റ്യൻ എനിക്ക് കൂടുതൽ ഇത് സാർ പറഞ്ഞത് മനസ്സിനെ കുറിച്ചാണോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പം അത് രണ്ടും കൂടെ കമ്പയർ ചെയ്യാനായിട്ട് എനിക്ക് ഒക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അകത്തെ ഭൂമിയുടെ ഗർഭപാത്രം എന്ന് സാറ് ഇമാജിനേഷനായിട്ട് പറഞ്ഞതാണോ? ഞാൻ ഇമാജിൻ ചെയ്ത് പറഞ്ഞതല്ല, നമ്മുടെ ഘടന എങ്ങനെയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ഭൂമിയുടെ അകത്താണ് നമ്മൾ അല്ലേ? അതെ, പ്രപഞ്ചത്തിനകത്താണ് മിൽക്കി വേ, അതിനകത്താണ് സോളാർ സിസ്റ്റം, അതിനകത്താണ് ഭൂമി, അതിനകത്താണ് ജീവരാശി, അതിനകത്താണ് മനുഷ്യരാശി, അതിനകത്താണ് മനുഷ്യൻ, അതിനകത്താണ് അവയവം, അവയവത്തിനകത്താണ് കലകൾ, കലകൾക്കകത്താണ് കോശങ്ങൾ, കോശങ്ങൾക്കകത്താണ് കോശാന്തര ദ്രവങ്ങൾ, അവയ്ക്കകത്താണ് സബാറ്റോമിക അണുക്കൾ, അല്ലെങ്കിൽ അവയ്ക്കുമകത്താണ് സബാറ്റോമിക അണുക്കൾ, അതിനുമകത്താണ് ഈ അകത്തകത്തകത്തകത്ത് പറയുന്ന ഘടനയുണ്ടല്ലോ. ഇതിനാണ് നെസ്റ്റഡ് ഹൈറാർക്കി എന്ന് പറയുന്നത്. ആ നെസ്റ്റഡ് ഹൈറാർക്കി അനുസരിച്ചാണ് പ്രപഞ്ചത്തിന്റെ ഘടന എന്ന് സമഗ്രമായ ശാസ്ത്രം മനസ്സിലാക്കുന്നു. കച്ചവട ശാസ്ത്രമല്ല, പോപ്പുലർ സയൻസ് അല്ല ഈ പറയുന്നത്, സമഗ്രമായിട്ടുള്ള. അതാണ്. അപ്പൊ അതിന്റെ ഏറ്റവും അകത്താണ് ജീവൻ അല്ലേ സാറേ? ജീവൻ എന്ന് പറയുന്നത് ഏതൊരു വ്യവസ്ഥയുടെയും സ്വയം സംഘാടകത്വമാണ്. സ്വയം സംഘടിപ്പിക്കാനുള്ള അതിന്റെ ശേഷിയാണ് ജീവൻ എന്ന് പറയുന്നത്. അത് എല്ലാ തലങ്ങളിലുമുണ്ട്. പ്രപഞ്ചം മുതൽ ഇവിടം വരെയുള്ള എല്ലാത്തിനുമുണ്ട്. അകത്തല്ല ജീവൻ, എല്ലായിടത്തുമുണ്ട്. ജീവൻ എന്നുള്ളത് ഒരു പ്രതിഭാസമാണ്. എല്ലാത്തിനെയും സ്വയം സ്വാംശീകരിക്കാൻ, സ്വയം പരിചരിക്കാൻ, സ്വയം സംരക്ഷിക്കാൻ, സ്വയം വംശീകരിക്കാൻ ശേഷിയുള്ള ഒരു വ്യവസ്ഥയുടെ പ്രതിഭാസത്തെയാണ് ജീവൻ എന്ന് പറയുന്നത്. അപ്പം കോസ്മിക് റൈസ് എന്ന് പറയാവോ? കോസ്മിക് കണങ്ങളാണ് ജീവൻ എന്ന് പറയാവോ? പറ്റില്ല. അത് റേ അല്ല, ഇതൊരു പ്രതിഭാസമാണ്. പ്രതിഭാസം എന്നുള്ളത് ഒരു എൻറ്റിറ്റി അല്ല. പ്രതിഭാസം എന്ന് പറയുന്നത് ഒരു ഡയമെൻഷനാണ്. എനിക്ക് സ്ക്രീൻ ഷെയർ പെർമിഷൻ ഉണ്ടോ? ഉണ്ട് സർ, നിങ്ങൾക്ക് ഹോസ്റ്റ് ആണ്, ചെയ്യാം. ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പൊ സംസാരിച്ച ആള് എല്ലാവരുടെ ഒന്ന് പറയാണ്, നിങ്ങൾ സംസാരിക്കുമ്പോ ഒന്ന് വീഡിയോയിൽ വന്നിട്ട് സംസാരിച്ചത് നല്ലതാണ്. നിങ്ങളെ ഒന്ന് കാണാമല്ലോ, നല്ല ഓക്കെ. അതുപോലെ പേരും സ്ഥലവും കൂടെ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാണ് എന്താണെന്ന് കൂടെ. എന്റെ പേര് വേണുഗോപാൽ എന്നാണ്, വർക്കലയാണ് സ്ഥലം. ഓക്കെ. ഈ ചിത്രം കാണുന്നുണ്ടാവുമല്ലോ അല്ലെ? ഉണ്ട്, കണ്ടു. നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന 5 ഡയമെൻഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഈ 5 ഡയമെൻഷനിൽ ഒന്ന് ശരീരം, ഒന്ന് ജീവൻ, പിന്നൊന്ന് ആ ഇടതുവശത്ത് കാണുന്നത് ചൈതന്യം അഥവാ വൈറ്റാലിറ്റി എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ സാധാരണ ഫിസിക് എന്ന് പറയുന്നത്. വലതുവശത്ത് മനസ്സെന്ന് പറയുന്നതും, അതുപോലെ മനസ്സെന്ന് സാധാരണ മൈൻഡ് എന്ന് പറയുന്ന ഒരവസ്ഥയും, ജ്ഞാനം എന്ന് പറയുന്ന ഒരവസ്ഥയും ചേർന്ന് സൈക്കി എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മൾ പറയുന്നത്. ഇത് 5ഉം കൂടെ ചേർന്നിട്ടാണ് ഒരു എൻറ്റിറ്റി ഉണ്ടാവുക. അത് ഭൂമിയാണെങ്കിലും ശരീരമാണെങ്കിലും കോശമാണെങ്കിലും പ്രപഞ്ചമാണെങ്കിലും ഈ 5ഉം ഉണ്ടായിരിക്കും അതിന്. പക്ഷെ നമ്മൾ നമ്മുടെ ശരീരത്തെ വെച്ച് മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കില്ല അവയിലൊക്കെ അത് ഉണ്ടാവുക. ഉദാഹരണത്തിന് ഇപ്പോ ഘടന എടുക്കുക.
ഘടന എടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഒരു വസ്തുവിനെ വസ്തുവായി മനസ്സിലാക്കുന്ന അതിന് ഖരരൂപമുള്ളപ്പോഴാണ്. ഒരല്പം ലിബറലാകാൻ നമ്മൾ തയ്യാറാണ്. ദ്രാവക രൂപമുള്ളപ്പോഴും നമ്മൾ തയ്യാറാണ്. വാതക രൂപമുള്ളപ്പോഴും നമ്മൾ അല്പമൊക്കെ തയ്യാറാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ നമുക്ക് അങ്ങനെ തയ്യാറാകാൻ കഴിയില്ല. അവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട എങ്ങനെ വെച്ചാൽ ഇതിന് പിന്നെയും തലങ്ങൾ ഉണ്ടെന്നാണ്. ഉദാഹരണത്തിന് ഞാൻ മുമ്പേ കാണിച്ച ചിത്രത്തിന്റെ ഒരു തുടർച്ച കാണിക്കാം. ഞാനിപ്പോ ഈ മൗസ് തിരിയുന്നത് കണ്ടോ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, അത് കഴിഞ്ഞാൽ പിന്നെ പ്ലാസ്മ, കണ്ടൻസേറ്റ് എന്ന് പറയുന്ന ലെവൽസ് ഉണ്ട്. ഈ ഫിനോമിനൻസ് ഉണ്ട്. സ്റ്റാറ്റിക്, സ്റ്റാസിസ്, ഡൈനാമിക്, ഓർഗാനിക്, കോസ്മിക് എന്ന് പറഞ്ഞ ഈ തലങ്ങളുണ്ട്. ഇതുപോലെ ഒരുപാട് തലങ്ങളുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്നത് 2 ഡയമെൻഷണൽ പ്ലെയിനിലാണ്. ഇതിന്റെ 3rd ഡയമെൻഷണൽ പ്ലെയിൻ ഉണ്ട്. ഇനി സ്ഥലം, കാലം, രൂപം, ഭാവം എന്ന് പറയുന്ന വേറെ ഡയമെൻഷൻസ് ഉണ്ട്. അങ്ങനെ വ്യത്യസ്ത ഡയമെൻഷനിലാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒറ്റ എൻറ്റിറ്റിയാണ്. നമ്മുടെ ശരീരത്തിന് ഇപ്പൊ ജീവൻ എന്നുള്ളത് എന്റെ ശരീരത്തിന് വ്യത്യസ്തമായിട്ടുള്ള സാധനമല്ല. എന്റെ മനസ്സെന്നുള്ളത് ശരീരത്തിന് വ്യത്യസ്തമായിട്ടുള്ള ഒന്നല്ല. എന്റെ ശരീരം എന്ന് പറയുന്നതിനെ ജീവനാൽ രൂപപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോ ഒരു ബ്രെഡ് നിന്നാൽ നാളെ രാവിലെ നിങ്ങളായിരിക്കുന്നത്. ജീവനാണ് നിങ്ങളെ അത്തരത്തിലാക്കി തീർക്കുന്നത്. അപ്പോ ഇവയെല്ലാം കൂടെ ചേർന്നതാണ് ഒരു ശരീരം എന്ന് പറയുന്നത്. അപ്പൊ ഇത് എല്ലാത്തിനുമുണ്ട്. ഈ 5 ഡയമെൻഷൻ ഉള്ളത് എല്ലാത്തിനുമുണ്ട്. പക്ഷെ ഓരോന്നിനും ഓരോ രൂപത്തിലാണ് ഉണ്ടാവുക എന്ന് മാത്രം. ഇതാണ് ഡീപ്പ് ഇക്കോളജി. അതായത് നമ്മൾ ഷാലോ ഇക്കോളജി എന്ന് പറയുന്ന ഒരു കാഴ്ചയുണ്ട്. അതായത് പ്രകൃതി എന്ന് പറയുന്നത് എനിക്ക് വേണ്ടുന്ന വിഭവങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബാങ്ക് ആണെന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഷാലോ ഇക്കോളജി. അതിന്റെ ഇൻസ്ട്രുമെന്റൽ വാല്യൂ മാത്രം കണക്കാക്കുന്നത്. ഞാൻ പ്രകൃതിയാണെന്ന് പറയുന്ന ഒരു വീക്ഷണമാണ് മനുഷ്യകേന്ദ്രിതമല്ലാത്ത പ്രപഞ്ചകേന്ദ്രിതമായിട്ടുള്ള വീക്ഷണമാണ് ഡീപ്പ് ഇക്കോളജി എന്ന് പറയുന്നത്. ഡീപ്പ് ഇക്കോളജിയുടെ കാഴ്ചപ്പാടിൽ ഇവയെല്ലാം ഏകസത്തയാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ എല്ലാം ഉലയും. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളുടെ കാലിലൊരു മുള്ളു കുത്തിയാൽ നിങ്ങൾ മൊത്തത്തിൽ ഉലഞ്ഞു പോകും. അതേസമയം നിങ്ങളുടെ പ്രിയതമൻ അല്ലെങ്കിൽ പ്രിയതമ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒന്ന് നഷ്ടമായി എന്ന് അറിഞ്ഞാൽ അപ്പോഴും നിങ്ങൾ അതേപോലെ ഉലയും. നിങ്ങളുടെ ആന്തരികമായിരുന്ന ചൈതന്യത്തിൽ ഇടിവ് വന്നു കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങൾ ഉലയും. ഇതിൽ ഏത് ഉലഞ്ഞാലും നിങ്ങളാകെ ഉലയും. കാരണം ഇതൊരു സമഗ്രസത്തയാണ്. നിങ്ങൾ എന്നുള്ള സമഗ്രസത്തയാണ്. നിങ്ങളുടെ കോശത്തിന്റെ ഒരു അളവിൽ വെച്ച് നോക്കുമ്പോൾ അതൊരു സമഗ്രസത്തയാണ്. അങ്ങനെയാണ് ഞാൻ ഇതിനെ വിശദീകരിച്ച് വന്നത് ചേട്ടാ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ഇനി ചോദ്യങ്ങളുള്ളവർ പറയൂ കേട്ടോ. വേണുഗോപാൽ സാർ, ഞാൻ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കാം. ഈ ഒളിമ്പസിന്റെ ടോക്കുകള് എല്ലാ വെള്ളിയാഴ്ചകളും വാരാന്ത്യങ്ങളിൽ നടക്കുന്നുണ്ട്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവരുടെ ടോക്കുകൾ നടക്കും. കൂടുതലൊക്കെ അറിയണമെങ്കിൽ അങ്ങനത്തെ സെഷനിൽ ലോഗിൻ ചെയ്യാം. അവർ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം തന്നെ പറയും. അതിന് ചോദ്യോത്തര വേളകളും ഉണ്ട്. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഇന്നലെ ഒരു സെഷൻ ഉണ്ടായിരുന്നു, നാളെയും ഒരു സെഷൻ നടക്കും. ഓക്കെ, അടുത്ത ആൾക്ക് ഇന്ററാക്ട് ചെയ്യാം കേട്ടോ. നിങ്ങള് എന്ത് ചോദ്യം ചോദിക്കാം. ഇതിപ്പം നിങ്ങൾ ചോദിച്ചാൽ തെറ്റിപ്പോവും അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. ആർക്കും ഓപ്പൺ ആണ്, ഓപ്പൺ ടു ഓൾ. നിങ്ങൾ ചോദിക്കുക. താങ്ക് യു. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഉള്ള അവ്യക്തതകൾ ഉണ്ടെങ്കിൽ അങ്ങനെ ആകാം. അതിന്റെ തുടർച്ചയെ കുറിച്ചാകാം, അല്ലെങ്കിൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളുടെ മറ്റെന്തെങ്കിലും ഒരു സംശയമാകാം. ചോദിച്ചോളൂ. പറയൂ. ഒരു സംശയം ചോദിക്കട്ടെ. നമ്മള് ഭാരതീയ മനഃശാസ്ത്രത്തിന്റെ ഒരു തലമുണ്ട്. അതുപോലെ തന്നെ വെസ്റ്റേൺ സൈക്കോളജിയുടെ ഒരു തലമുണ്ട്. അപ്പൊ സാർ മനസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നത് രണ്ടും കൂടെ ഒരു കമ്പൈൻഡ് ആയിട്ടോ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു രീതി പറഞ്ഞ പോലെ തോന്നുന്നു. എന്താ സാർ അതിനെ കുറിച്ചൊന്ന് പറയാൻ? സത്യത്തിൽ ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ടത് എനിക്ക് അറിയില്ല എന്നാണ്. കാരണം ഞാൻ ഇത് രണ്ടിനെയും ഫോളോ ചെയ്തിട്ടല്ല ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് ഇക്കോളജിയുടെ, അതായത് പ്രകൃതി ശാസ്ത്രത്തിന്റെ ആഴത്തിലുള്ള പഠനങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നതാണ്. ഞാൻ ഇത്തരത്തിലുള്ള അക്കാഡമിക് പഠനങ്ങളിലൂടെ, അതായത് ഈ പറയുന്ന ഭാരതീയ മനഃശാസ്ത്രത്തിന്റെയോ പാശ്ചാത്യ മനഃശാസ്ത്രത്തിന്റെയോ വഴി യാത്ര ചെയ്തിട്ടില്ല. അതേസമയം ഞാൻ ഇക്കോളജിയുടെ വഴിയാണ് യാത്ര ചെയ്തിട്ടുള്ളത്. ആ യാത്രകളിൽ നമുക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളും ഇവയുടെ ആന്തരിക യാത്രകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ചും ഞാനൊരു സിദ്ധസാധകനാണ്, ആ വഴി യാത്ര ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായിച്ചു കേട്ട് പോകുന്നതല്ല നമ്മുടെ യാത്ര. നമ്മൾ അതിനകത്തേക്ക് ചെല്ലുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിനെ, ബോധത്തിനെ അതിനകത്തേക്ക് എറിഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഇത്തരം യാത്രകളിൽ നമുക്ക് ബോധ്യമാകുന്നതും അത് കഴിഞ്ഞ 27-28 വർഷമായിട്ട് നമ്മൾ കമ്മ്യൂണിനകത്താണ് ജീവിക്കുന്നത്.
കമ്മ്യൂൺ എന്ന് വെച്ചാൽ കൂട്ടായിട്ട് ജീവിക്കുന്ന സംവിധാനം. ആ കൂട്ടുജീവിതത്തില് നമ്മുടെ കൂടെ വന്ന് ജീവിക്കുന്ന സാമൂഹ്യ പ്രവർത്തകർ, പ്രകൃതി സാധകര്, പിന്നെ പരിസ്ഥിതി പ്രവർത്തകര്, ശാസ്ത്രജ്ഞന്മാർ, ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത്, അവരെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ബോധ്യങ്ങളിൽ നിന്നാണ് ഇതിന്റെ ഓരോ തലങ്ങളും ഉണ്ടാകുന്നത്. എന്നാൽ ഇതിലെ പല പദങ്ങളും ഭാഷയിൽ നിന്ന് നമ്മൾ എടുത്തുപയോഗിച്ചിട്ടുണ്ട്. ഇതിന് വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് ഭാഷാപരമായിട്ട് അത് എന്താണ് വരിക എന്നുള്ളത് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാമ്യം തോന്നുമായിരിക്കാം. അതിനെ ഒന്നിനെയും അനുകരിക്കാൻ ശ്രമിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അതെന്താണെന്ന് എനിക്കറിയില്ല. അതാണ് കാര്യം. അത് കുറച്ചുകൂടെ പേഴ്സണലി എന്നെ അറിയുന്നവർ ഇവിടെ ചിലരെങ്കിലും ഉണ്ട്, അവർക്കറിയാം. കാരണം ഞാൻ വായന നിർത്തിയിട്ട് 32 വർഷമായി. ഞാൻ എന്റെ ഗുരുവിനെ കണ്ടതിന് ശേഷം, എന്റെ ഗുരു മണിയേട്ടനാണ്, അദ്ദേഹത്തിനെ കണ്ട ശേഷം ഞാൻ പുസ്തകങ്ങൾ വായിക്കാറില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഇൻഫർമേഷനുകൾ എന്റെ കയ്യിലില്ല. നമ്മളൊരു ഗുരുകുലമായ തലത്തിൽ നിന്നുകൊണ്ട് സാറിൻ്റെതായ ജീവിതത്തിന്റെ പശ്ചാത്തലത്തെ മനസ്സിലാക്കിയെടുത്ത ഒരു കോൺസെപ്റ്റ് ആണ് എന്നാണ് പറഞ്ഞത്. എന്ന് വേണമെങ്കിൽ പറയാം, എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ പറയാം. അതായത് പ്രചുര ശാസ്ത്രത്തിന്റെ വക്താക്കൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള, ഉപഭോഗ സംസ്കാരത്തിന്റെ ആളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ഉണ്ടല്ലോ, അക്കാഡമികൾ ഉണ്ടല്ലോ, അവർ പറയുന്ന രീതിയിലേ അല്ല ശരിയായ രീതിയിൽ പഠിച്ചു പോകുന്നവർ എത്തുക. കാരണം അവിടെ നമുക്ക് ഇമിറ്റേഷൻസ് ആണുള്ളത്, ഡ്യൂപ്ലിക്കേഷൻസ് ആണുള്ളത്. ഇതല്ല, ഇത് കൃത്യമായിട്ടുള്ള പഠനങ്ങളാണ്. ഇത് വ്യക്തിനിഷ്ഠവും വസ്തുനിഷ്ഠവുമായിട്ടുള്ള പഠനങ്ങളെ സമഗ്രമാക്കി കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെയുള്ള പഠനങ്ങളിലൂടെ പോകുന്നവരാണ്. അതിനെയാണ് നമ്മൾ സാധാരണ ഡീപിക്കോളജി എന്നൊക്കെ ഉള്ള ഒരു പഠന ശാഖയിലൂടെ കടന്നു പോകുക. അത് കേവലം വ്യക്തിനിഷ്ഠമല്ല. ഇത് നമുക്ക് നമ്മുടെ ഇത് ഒരു ചെറിയ പ്ലാറ്റ്ഫോം ആണെന്ന് ഞങ്ങൾ പറയും. പക്ഷെ എന്നാലും ചെറിയ പ്ലാറ്റ്ഫോം അല്ല ഇത്. ഇതുപോലെ ഒരുപാട് പേരുണ്ട്, ഈ ആൾട്ടർനേറ്റീവ് മേഖലയിൽ ഒരുപാട് പേരുണ്ട്. ഇവരുടെ എല്ലാം ചിന്താ പദ്ധതികളെ സമന്വയിപ്പിക്കുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകളും ഉണ്ട്. അവിടെയെല്ലാം ഇത്തരം ഷെയറിങ്ങുകൾ നടക്കാറുമുണ്ട്. അതുകൊണ്ട് ഇത് കേവലം വ്യക്തിനിഷ്ഠമായിട്ടുള്ള അനുഭവങ്ങളും അല്ല ഈ പറയുന്നത്. കാരണം നമ്മുടെ ഭാരതീയ മനഃശാസ്ത്ര തലത്തിൽ നമ്മൾ മനസ്സിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ വെസ്റ്റേൺ സൈക്കോളജിയിലുണ്ട്. അപ്പൊ ഇത് ജൈവ വൈവിധ്യം അല്ലെങ്കിൽ പ്രകൃതിയുടെ നിയമങ്ങളെ ആധാരമാക്കി അനുഭവത്തിലൂടെ ലഭിക്കുന്ന നിർദ്ദേശങ്ങളിൽ നിന്ന് ഇപ്പൊ സാറ് കുറേ ചിത്രങ്ങൾ കാണിച്ചു. ആ ചിത്രങ്ങളിലുള്ളതെല്ലാം സാധാരണ ഒരു കോൺസെപ്റ്റിൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനങ്ങനെ ചോദിച്ചത്. അപ്പൊ ഇതെങ്ങനെയാണ് ഈ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്? അതൊരു ഗുരുവിൽ നിന്ന് ലഭിക്കുന്നതാണോ, അതോ ഈ പറയുന്ന പ്രകൃതിയുമായിട്ടുള്ള ചേരലിൽ നിന്ന് അനുഭവിച്ച് മനസ്സിലാക്കുന്നതാണോ? പ്രകൃതിയുമായിട്ടുള്ള ചേരലിൽ നിന്നും നമ്മൾ അനുഭവിച്ച് മനസ്സിലാക്കുന്നതാണ് എന്ന് ഞാൻ സമ്മതിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളെ ഇത് അനുഭവിപ്പിക്കാം എന്ന് കൂടെ പറയാം. എന്താണ് സാറിന്റെ ഡോക്ടറൈനിലൂടെ ഒളിമ്പസ് പേരാണോ? ഒളിമ്പസ് എന്നുള്ള പേരാണോ? ഒളിമ്പസ് ഒരു ദർശനത്തിന്റെ പേരാണ്. ഒന്ന് വിശദമാക്കാമോ എന്താണ്? ഒന്നുമില്ല, പ്രകൃതി എന്നുള്ളത് ഒരു സ്വയം സംവിധാനമാണ്, സ്വയം പ്രവർത്തന സംവിധാനമാണ്. ആ സംവിധാനത്തിന് ചില പ്രവർത്തന രൂപങ്ങളുണ്ട്. ആ പ്രവർത്തന രൂപങ്ങൾക്ക് ഐച്ഛികമായ, പരമമായ ബോധത്തിന്റെ ഐച്ഛികമായ ചില പ്രവർത്തന തലങ്ങളുണ്ട്. അതിന്റെ ഒരു തലത്തിൽ, അതിന്റെ ഒരു പ്രത്യേക ഇടത്തുള്ള ഒരു ബോധമാണ് മനുഷ്യൻ എന്നുള്ള കുലം. അതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ജീവിതത്തെ കാണുന്ന സമയത്ത്, ജീവിതത്തെ ജീവിച്ച് മുൻപോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിന് വന്നു ചേരുന്ന ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. ഇതിനെ അതിജീവിക്കണമെങ്കിൽ എന്താണ് അറിയേണ്ടത് എന്ന് വെച്ചാൽ നമ്മുടെ പ്രകൃതിയുടെ ഘടന എന്താണ്, പ്രകൃതിയിൽ നമ്മളാകുന്ന പ്രകൃതിയുടെ ഘടന എന്താണ് എന്നത് നമ്മൾ ബോധ്യമാകണം. നമ്മുടെ പ്രവർത്തന രീതി എന്താണെന്ന് ബോധ്യമാകണം. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, ഏത് സമയത്താണ്, ഏത് കാലത്താണ് എന്നുള്ളത് ബോധ്യമാകണം. ഈ നമുക്ക് ചുറ്റുമുള്ള സംവിധാനങ്ങൾ നമ്മളുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് ബോധ്യമാകണം. അപ്പൊ ഇവയെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്ന് വേണം നമുക്ക് ജീവിതത്തെ കൈകാര്യം ചെയ്യാൻ. അല്ലെങ്കിൽ ഇനി ഒരു 7-8 വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇവിടെ ജീവിച്ചു പോകാൻ കഴിയാത്തൊരവസ്ഥ വരും. അപ്പോ സുസ്ഥിരത എന്ന ഒരു വിഷയത്തെ, നിലനിൽപ്പ് എന്നുള്ള വിഷയവുമായിട്ട് നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ, നിലനിൽപ്പിന് കുറെ മരം നട്ടാൽ പോരാ, മറ്റേ മഴക്കുഴി ഉണ്ടാക്കിയാൽ പോരാ. പകരം ഞാൻ എന്നുള്ള പ്രകൃതിയെ കൃത്യമായി ബോധ്യപ്പെടേണ്ടതുണ്ട്. എന്റെ ശരീരത്തിന്റെ സ്വയം പ്രവർത്തന സംവിധാനത്തെയും പ്രകൃതി എന്ന മഹാസംവിധാനത്തിന്റെ സ്വയം പ്രവർത്തന സംവിധാനത്തെയും ഏകോപിപ്പിക്കാനുള്ള ഏറ്റവും ശരിയായ വഴി എന്ത് എന്ന് നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. അതിന് സാങ്കേതിക ഉപകരണങ്ങൾ കൊണ്ടോ വസ്തുക്കൾ കൊണ്ടോ പദാർത്ഥങ്ങൾ കൊണ്ടോ നമുക്ക് കഴിയില്ല എന്നും, അവയ്ക്ക് ഇത് തമ്മിൽ കണക്ടിവിറ്റിക്ക് ഇവ തമ്മിൽ ഹാർമണൈസ് ചെയ്യുന്ന ഒരുപാട് സങ്കേതങ്ങളും പ്രതിഭാസങ്ങളും ഉണ്ടെന്നും, ആ പ്രതിഭാസങ്ങൾക്ക് അനുസരിച്ച് അറിഞ്ഞ് അതനുസരിച്ച് നമ്മെ ചേർത്ത് വെക്കലാണ് ഇതിനുള്ള വഴി എന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവയെക്കുറിച്ച് വിശദീകരിക്കുന്ന ദർശനമാണ് ഒളിമ്പസ് ദർശനം. അതുവഴി നമ്മൾ ഇവിടെ നടപ്പിലാക്കുന്നത് ഒരു സുസ്ഥിര ജീവന സമൂഹത്തെ, ഒരു മാതൃകാ ജീവിത ഗ്രാമത്തെ ഉണ്ടാക്കലാണ്.
അത് നമ്മുടെ കൂടെ വന്ന് ജീവിക്കാൻ കഴിയാത്ത ആളുകൾക്ക്, എന്തെങ്കിലും കാരണവശാൽ കഴിയാത്ത ആളുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഒരു സുസ്ഥിര ജീവിതക്രമം ഉണ്ടാക്കേണ്ടത് എന്നതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ അത് പഠിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ചില ഇടങ്ങളിലൊക്കെ മനസ്സെന്താണെന്നും ഇത് നമ്മളുടെ മനസ്സും പ്രകൃതിയുടെ മനസ്സും തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളതെന്നും നമ്മുടെ മനസ്സും ആന്തരിക മനസ്സും തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളതെന്നും, അപ്പോൾ നമ്മുടെ മനസ്സിന്റെ ഗതികളെ ശരിയാം വിധം കൈകാര്യം ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പരിസ്ഥിതിയിൽ സുസ്ഥിരമായി നിൽക്കാൻ കഴിയുള്ളൂ എന്നുമൊക്കെ ആണ് നമ്മളവിടെ പഠിപ്പിച്ചും പോകുന്നത്. ഈ സിക്സ്ത് സെൻസ് എന്ന് വെച്ചാൽ ഏറ്റവും പ്രാഗൽഭ്യമുള്ള ഒരു ജീവി എന്ന നിലയിൽ മനുഷ്യന്റെ പങ്കാളിത്തം അല്ലെങ്കിൽ അതിന്റെ ഇൻഫ്ലുവൻസ് എത്രമാത്രം ഉണ്ട് പ്രകൃതിയിൽ, എങ്ങനെ നമ്മൾ അതിനെ കാണണം? ഞാൻ പറഞ്ഞല്ലോ, നമ്മള് മനുഷ്യർ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അവനുള്ള ഭാവന കൊണ്ടാണ്. അപ്പോ അവൻ അനുഭവിക്കുന്ന കാര്യങ്ങളെ ഭാവനയിലൂടെ പ്രത്യക്ഷമാക്കാൻ, ഭാവനയിലൂടെ കണ്ടെത്താനും, ഭാവനയിലൂടെ മനസ്സിലാക്കാനും, ഭാവനയിലൂടെ ആസൂത്രണം ചെയ്യാനും പിന്നെ പുനരാവിഷ്കരിക്കാനും അവന് കഴിയും. ഇതാണ് മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. പക്ഷേ ഈ സിക്സ്ത് സെൻസ് എന്ന് പറയുന്നത് മറ്റ് സെൻസുകളെല്ലാം തുറന്നിരിക്കുന്നവർക്ക് ആറാമത്തെ ഈ ഇന്ദ്രിയം ആവശ്യമില്ല. മറ്റുള്ളതെല്ലാം അടഞ്ഞു കിടക്കുമ്പോഴാണ് ഈ ആറാമത്തെ ഇന്ദ്രിയം വലിയൊരു സംഭവമായിട്ട് നമുക്ക് തോന്നുന്നത്. എന്താണ് ഈ ആറാമത്തെ ഇന്ദ്രിയം? വിവേകമാണോ? തിരിച്ചറിവാണോ? ഈ പലപ്പോഴും ബോധോദയത്തെക്കുറിച്ചും ആത്മസാക്ഷാത്കാരത്തെ കുറിച്ചും ഒക്കെ ഒരുപാട് പേര് പറയാറുണ്ട്, എന്നോട് ചോദിക്കാറുണ്ട്. എനിക്ക് പറയുന്നവരെ കുറിച്ച് എനിക്കറിയില്ല. എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന മറുപടിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് നമ്മളിൽ അടഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളില്ലേ, നമ്മൾ അടഞ്ഞു പോയ കാര്യങ്ങളെ തുറന്നു വെക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. പുതിയൊരു സംഭവം അല്ലാതെ പ്രകൃതി ഇവിടെയുള്ള ഒരു എൻറ്റിറ്റിയെ ഉണ്ടാക്കുന്ന സമയത്ത്, ഒരു പുഷ്പത്തെ ഉണ്ടാക്കുന്ന സമയത്ത്, ആ പുഷ്പത്തെ അതിന്റെ പൂർണ്ണധർമ്മങ്ങൾ നിർവഹിക്കാൻ പാകത്തിലാണ് ഉണ്ടാക്കുന്നത്. അത് അതിന്റെ ജീവിത പശ്ചാത്തലത്തിൽ നിന്നും ജീവിത സാഹചര്യത്തിൽ നിന്നും അതിന്റെ വഴിയെ തിരിച്ചു വെക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ നൈസർഗികമായ പ്രക്രിയകൾ പലതും വഴിതെറ്റിപ്പോകും. മനുഷ്യന്റെ കാര്യത്തിൽ ഇത് വളരെ എവിഡന്റ് ആണ്. നമുക്ക് നമ്മുടെ നൈസർഗികമായിട്ടുള്ള ഭക്ഷണത്തിൽ നിന്നും മാറി, നൈസർഗികമായിട്ടുള്ള ജീവിതക്രമങ്ങളിൽ നിന്നും മാറി, നൈസർഗികമായിട്ടുള്ള പ്രാകൃതിക ബന്ധങ്ങളിൽ നിന്നും മാറി, ഇങ്ങനെയെല്ലാം മാറി നിൽക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് മറകളാണ്. നമ്മുടെ ഈ കണ്ണാടിയോടിന്റെ മുകളിൽ ഒരുപാട് പൂപ്പല് പിടിച്ചു കഴിഞ്ഞാൽ അതിനകത്തേക്ക് വെളിച്ചം വരുന്നില്ല. ഇതുപോലെ നമ്മൾ ഇരുണ്ടാണ് നിൽക്കുന്നത്. നമ്മുടെ സംസ്കാരം കൊണ്ട്, അക്കാഡമി കൊണ്ട്, യുക്തി കൊണ്ട്, തൊഴിൽ സംസ്കാരം കൊണ്ട്, പണവ്യവസ്ഥ കൊണ്ട്, ഉപഭോഗ സംസ്കാരം കൊണ്ടൊക്കെ നമ്മൾ ഇതുപോലെയുള്ള കുറെ സാധനങ്ങളിൽ അകത്തുകൊണ്ട് കുരുങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പേരച്ചങ്ങൾ കൊണ്ട്, നമ്മുടെ ഡിഗ്രികളും ബിരുദങ്ങളും നമ്മുടെ സ്ഥാനങ്ങളും അഹങ്കാരങ്ങളും കൊണ്ട് നമ്മളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇത് അഴിച്ചുവിടാൻ നമുക്ക് കഴിയുന്ന സമയം, ആ അഴിച്ചുവിടാൻ കഴിയുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന തുറവി എന്ന് പറയുന്നത് ഇത്രയാണ്. ഈ ഇരുട്ടത്തിരുന്ന് സിനിമ കണ്ട ഒരാൾ വെളിയിലേക്ക് വരുമ്പോൾ കണ്ണിലേക്ക് വെളിച്ചം ഇങ്ങനെ തള്ളി കയറുന്നത് പോലെ നമുക്ക് ഉണ്ടാകുന്ന ഒരു തുറന്ന കാഴ്ച. ആ തുറന്ന കാഴ്ചയാണ് സാക്ഷാത്കാരം എന്ന പേരിൽ നമ്മൾ പലപ്പോഴും പറയുന്നത്. സത്യത്തിൽ ആറാം ഇന്ദ്രിയം എന്നുള്ള ഒരു പരിപാടിയൊന്നുമല്ല ഇത്. ശരിയായ ഇന്ദ്രിയത്തിന്റെ തുറവി, നമുക്ക് നിലവിലുണ്ടായിരുന്ന സാധനത്തെ, നമ്മള് അമ്മയുടെ പാല് കുടിക്കാൻ നമുക്ക് പ്രാപ്തമായിരുന്ന നമ്മളെ അമ്മയുടെ പാലുകുടിയല്ല 28ന്റെ സമയത്ത് പട്ടുകോണകം കെട്ടാനായിട്ട് അരയിൽ ഒരു കയറ് കെട്ടണമെന്നും, ഈ കയറ് കെട്ടിക്കഴിഞ്ഞാൽ വായില് കുരുവിക്ക് തിന്നാനുള്ള ധാന്യത്തെ കുറുക്കി പൊടിച്ചിട്ട് അത് നാട്ടുകാരെ കൂടെ അവന്റെ വായിലേക്ക് തേച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് തേച്ച് സ്വന്തം ബോധം, സത്താബോധം ഉറയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ വഴിതെറ്റിച്ച് വേറൊരു വഴിക്ക് ആക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. നമ്മുടെ ഭക്ഷണം അവിടെ നിന്ന് മാറുന്നു, നമ്മുടെ ജീവിതക്രമങ്ങൾ അവിടെ നിന്ന് മാറുന്നു, നമ്മുടെ ചിന്താപദ്ധതി അവിടെ നിന്ന് മാറുന്നു. ഇത് മുഴുവൻ മാറി നമ്മുടെ ഉപബോധ ചിത്രത്തെ മുഴുവൻ മാറ്റി എഴുതി കഴിഞ്ഞിട്ട്, നമ്മുടെ സബ് കോൺഷ്യസ് ലെവലിനെ, സബ് കോൺഷ്യസ് ഷേപ്പിനെ, പാരഡൈമിനെ ടോട്ടലി മാറ്റി എഴുതി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു അടവുണ്ട്, അടഞ്ഞ് ഇരുളുണ്ട്. ആ ഇരുള് മാറ്റുന്ന ഒരവസ്ഥയാണ് ഈ പറയുന്ന ആ തുറവി എന്ന് പറയുന്നത്. ആ തുറവി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആറാം ഇന്ദ്രിയം തുറന്നു പറയുന്നത്. ആറാം ഇന്ദ്രിയം ഒന്നും അല്ല, അത് മര്യാദയ്ക്കുള്ള ഇന്ദ്രിയങ്ങൾ തന്നെയാണ്. എല്ലാ ഇന്ദ്രിയം തുറന്നിരുന്നാൽ ആറാം ഇന്ദ്രിയം തെളിഞ്ഞതായിട്ട് നമുക്ക് തോന്നും. അതിന് വേറൊരു ഉദാഹരണം പറയാം. ഇടത്തെ ചെവിയിലൂടെ നമ്മളൊരു പാട്ട് കേൾക്കും, വലത്തെ ചെവിയിലൂടെ ഒരു പാട്ട് കേൾക്കും. ഇത് നമ്മൾ രണ്ട് മൈക്കിലൂടെ റെക്കോർഡ് ചെയ്ത് 2 ചെവിയിലൂടെ നമ്മൾ കേൾക്കുന്നു. രണ്ടും വെവ്വേറെ ആയി കേൾക്കുമ്പോൾ അങ്ങനെ. പക്ഷെ ഒരു ഹെഡ്ഫോൺ വെച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഈ ചെവിയിലും കേൾക്കുന്നതായിട്ടല്ല തോന്നുക, ഇവിടെയൊക്കെ ആയിട്ട് തോന്നും. ഇതുപോലെ നമുക്ക് ഈ ആറാം ഇന്ദ്രിയം എന്ന് പറയുന്നത് നമുക്കൊരു തോന്നലാണ്. സത്യത്തിൽ ഇവയെല്ലാം കൂടെ ചേർന്ന് തുറന്നു വരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു അനുഭവമാണ്, അനുഭൂതിയാണ്. നമുക്ക് നടന്നു പഠിക്കുമ്പോൾ, വീഴാതെ നടക്കാൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ബാലൻസ് ഇല്ലേ, ബാലൻസ് കിട്ടുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഉത്സാഹമുണ്ട്, ഒരു ഉത്കർഷമുണ്ട്.
ആ അവസ്ഥയിൽ നമ്മൾ എന്താണോ അനുഭവിക്കുന്നത്, സ്ഥിരമായിട്ട് നടക്കാൻ തുടങ്ങിയാൽ നമുക്കത് തോന്നില്ല. നടക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഒരു ഒരു ആസക്തി മാത്രമായിരിക്കും അതിനോട് ഉണ്ടാവുക. പക്ഷെ നടക്കുന്ന നിമിഷം നമുക്കുണ്ടാകുന്ന ഒരു അനുഭൂതിയുണ്ട്. ഇതുപോലെയാണ് ആത്മസാക്ഷാത്കാരത്തിന്റെയും വഴി. അപ്പോ ഈ 6-ാം ഇന്ദ്രിയം തുറക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി, അതിനെ സ്വപ്നം കണ്ടിരിക്കുന്നവർ പറയുന്ന ഒരു വലിയ പൊക്കമാണ്. അതിലൂടെ കടന്നുപോയവർക്ക് അത് വളരെ സാധാരണ കാര്യമാണ്. അപ്പൊ എന്റെ അറിവിൽ, എന്റെ അനുഭവത്തിൽ അതാ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഇനിയിപ്പോ ഞാൻ ഈ പറയുന്നതൊന്നും അല്ലാത്തൊരു 6-ാം ഇന്ദ്രിയം അപ്പുറത്ത് ഉണ്ടെങ്കിൽ അത് ഉണ്ടെന്ന് കാണിച്ചു തന്നെ ഞാനത് വിശ്വസിക്കാൻ തയ്യാറാണ്. എനിക്കത് അനുഭവമാകണമെന്നേ ഉള്ളൂ. ഇതാണ് എന്റെ ഉത്തരം. ശ്രീ ഡോക്ടർ സാബു. തീർച്ചയായും വളരെ സന്തോഷം സാർ. നമ്മൾ ഒരു സംശയം കൂടെ ചോദിക്കുകയാണ്. തിരക്കില്ലല്ലോ അല്ലേ? നമ്മള് 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ പ്രകൃതി നമ്മൾക്ക് ഗുണകരമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ അതിന് കാരണക്കാരൻ ഒരുപക്ഷെ മനുഷ്യൻ തന്നെ ആയിരിക്കാം. മനുഷ്യന്റെ ഈ ഒരു പ്രത്യേക രീതിയിലുള്ള സ്വഭാവ വ്യത്യാസങ്ങളായിരിക്കാം. അപ്പൊ അതിന് നമുക്ക് എന്താണ് സത്യത്തിൽ ചെയ്യേണ്ടത്? പ്രകൃതി മാറുന്നില്ല, പ്രകൃതി മാറുകയുമില്ല. പ്രകൃതിക്കുള്ള സ്വയം നിർദ്ധാരണ സംവിധാനത്തിനനുസരിച്ച് വിട്ടുകൊടുത്താൽ എല്ലാം ക്രമിതമായിക്കൊള്ളും എന്ന് ലോക്ക്ഡൌണിന്റെ കാലത്ത് നമ്മൾ കണ്ടതാണ്. മരണനിരക്ക് വല്ലാണ്ട് കുറഞ്ഞു, രോഗനിരക്ക് വല്ലാണ്ട് കുറഞ്ഞു. കടൽ ദൂരത്തേക്ക് എത്തിപ്പോയ ഡോൾഫിനുകൾ തിരികെ വന്നു, പറവകൾ തിരികെ വന്നു, ശലഭങ്ങൾ തിരികെ വന്നു. നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ മതി, എല്ലാം ശരിയാകും. ചെയ്തുകൊണ്ടിരിക്കാനാണ് നമുക്ക് താല്പര്യം. ഡൈനാമിക് ആകുമ്പോഴാണ് താല്പര്യം. ആ ഡൈനാമിക്കായി നമ്മുടെ മനുഷ്യാധ്വാനത്തെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മനുഷ്യാധ്വാനവും പ്രകൃതിയും തമ്മിലുള്ള ഇടപെടലിന്റെ പുറത്ത് സമ്പത്ത് എന്ന ഒരു ആശയം വെളിയിലേക്ക് വരുന്നത് എന്നാണ് മുതലാളിത്തത്തിന്റെ കൽപ്പന. ലോകത്തെ നിയന്ത്രിക്കുന്ന മുതലാളിമാരുടെ കയ്യിലേക്ക് ഇത് ഒഴുക്കി കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് ഈ ഒരു പ്രക്രിയ ഉണ്ടാകുന്നത്. ഇതിൽ നിന്നും, ഈ കൺസ്യൂമറിസത്തിന്റെ വഴിയിൽ നിന്നും വിടുതൽ നേടാൻ തയ്യാറുള്ള, ചങ്കൂറ്റമുള്ള, ചങ്കുറപ്പുള്ള ആളുകൾ സ്വന്തം ജീവിതത്തിലേക്ക്, സ്വന്തം ഭക്ഷണത്തിലേക്ക്, സ്വന്തം ഭക്ഷണത്തിന്റെ നിർമ്മാണത്തിലേക്ക്, ലളിതമായ ജീവിതത്തിലേക്ക്, പ്രാദേശികമായ വിഭവങ്ങൾ കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു ജീവിതക്രമത്തിലേക്ക് മാറിയാൽ 2030 ശേഷം നിങ്ങൾക്കൊന്നും ഉണ്ടാകില്ല, പക്ഷെ നിങ്ങൾ സന്തോഷവാനായിരിക്കും എന്ന് ലോകത്തെ ഭരിക്കുന്നവർ പ്രഖ്യാപിച്ച ടോട്ടൽ റീസെറ്റ് എന്നുള്ള പ്രക്രിയ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിലനിൽക്കാനാവും. സ്വാശ്രയത്വത്തിലേക്ക് പോവുക, അത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല, സമൂഹമായിട്ട് കൂട്ടായ്മയിലേ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ കൂട്ടായ്മയിൽ അങ്ങനെ ആയിരിക്കാൻ തയ്യാറുള്ളവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഇക്കോ വില്ലേജ് ഉണ്ടാക്കുന്നത്. കേരളത്തിൽ ഈ ഒരു ഇക്കോ വില്ലേജ് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. ലോകത്തെമ്പാടും 10,000-ഓളം ഇക്കോ വില്ലേജ്, 10,000-ലധികം ഇക്കോ വില്ലേജുകൾ ഉണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഗ്ലോബൽ ഇക്കോ വില്ലേജ് നെറ്റ്വർക്ക് എന്നുള്ള ഒരു വാക്ക് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അത്തരം ഒരു ജീവിതം കൊണ്ട് മാത്രമേ ഈ വരാൻ പോകുന്ന, അത് പാരിസ്ഥിതിക പ്രശ്നമല്ല കേട്ടോ, അത് കൃത്യമായിട്ട് രാഷ്ട്രീയ പ്രശ്നമാണ്. പാരിസ്ഥിതിക പ്രശ്നം എന്നുള്ള പേരിൽ മനുഷ്യൻ ഉണ്ടാക്കുന്ന ആ കാര്യങ്ങളാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പ്രളയം കൃത്രിമമായിട്ട് വന്നതാണ്. ഇനി വരാൻ പോകുന്ന പാരിസ്ഥിതിക ദുരന്തങ്ങളെല്ലാം തന്നെ കൃത്രിമമായിട്ട് മനുഷ്യൻ ചെയ്തതിന്റെ ബൈ പ്രോഡക്റ്റ് അല്ല. അത് മനുഷ്യൻ ചെയ്തു കൂട്ടിയതിന്റെ ബൈ പ്രോഡക്റ്റ് അല്ല. മനുഷ്യൻ ജിയോ എഞ്ചിനീയറിംഗിലൂടെ പർപ്പസ്ഫുള്ളി, ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതാണ്. അതിലൂടെ ഉണ്ടാകുന്ന പ്രക്രിയകളെ അതിജീവിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും ലളിതമായ രീതിയിൽ ലളിത ജീവിതത്തിലേക്ക്, മിനിമലിസത്തിലേക്ക് നീങ്ങാൻ കഴിയണം. സ്വന്തം ഭക്ഷണത്തെയും സ്വന്തം ആരോഗ്യത്തെയും സ്വന്തം അറിവിനെയും സ്വന്തം രൂപീകരണത്തെയും ഉരുവാക്കാനുള്ള പ്രാഗൽഭ്യം നമുക്കുണ്ടാവണം. അതിന് നമ്മൾ ഇവർ പഠിപ്പിച്ചു വെച്ചിട്ടുള്ള പല കാര്യങ്ങളെയും, സായിപ്പ് പഠിപ്പിച്ച പല കാര്യത്തിലും എടുത്ത് ദൂരെ കളയേണ്ടി വരും. അതിനുള്ള ചങ്കുറപ്പ് വേണ്ടി വരും. അതിനിറങ്ങിത്തിരിക്കാനാണെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ടാവും. തീർച്ചയായിട്ടും വളരെ സന്തോഷം. പലതും അൺലേൺ ചെയ്ത് പ്രകൃതിയുടെ താളത്തിനൊത്ത് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മൾ വ്യക്തിപരമായി നേടിയെടുക്കുക എന്നുള്ളത് പ്രകൃതിയുടെയും നമ്മുടെയും നിലനിൽപ്പിന്റെ വളരെ അത്യാവശ്യമുള്ളൊരു ഘടകമാണെന്ന് ഈ ഒളിമ്പസ് ഡോക്ടറിനിലൂടെ പ്രിയപ്പെട്ട സാറ് നമുക്ക് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോ ടോപ്പിക്കിലേക്ക് ഞാനൊരു സംശയം ചോദിക്കുകയാണ്. ഇപ്പോ ഒരുപാട് ഏരിയകളിലേക്ക് ഇപ്പം ടോക്ക് പോയി, ഡിസ്കഷൻ തന്നെ അന്താരാഷ്ട്ര തലത്തിലും പല കാര്യത്തിലേക്ക് പോയി. ഞാൻ നമ്മുടെ സബ്ജക്റ്റിലേക്ക് ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് വരികയാണെങ്കിൽ, മനസ്സിന്റെ താളം അല്ലെങ്കിൽ താളബോധം ഇത് എത്രത്തോളം ശരിയായ ഒരു ആരോഗ്യത്തിന് ഉണ്ടാവണം എന്നുള്ളത് ഒന്ന് എല്ലാവരും ഒരു പറയണം. ഇപ്പൊ ഇടയ്ക്ക് ഈ ടോപ്പിക്കിൽ നിങ്ങൾ ഇടയ്ക്ക് കേട്ടു, കോട്ടയക്കാവ് എന്ന വാക്ക് കേട്ടു. ഞാൻ അറിഞ്ഞ കാര്യം പറയാം. അപ്പൊ ഞാൻ ഒളിമ്പസിന്റെ ഈ സിദ്ധാന്തമായിട്ട് കുറച്ച് കൊല്ലങ്ങളായിട്ട്, 5-6 കൊല്ലമായിട്ട് ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോ ഞാൻ മനസ്സിലാക്കിയത്,
ശരിയായ ഒരു താളബോധം കൂടി മനുഷ്യനുണ്ടെങ്കിലേ ഒരു ഇന്റലക്ച്വൽ എന്ന് പറഞ്ഞോട്ടെ എത്ര വലിയ സയന്റിസ്റ്റ് ആയാലും അദ്ദേഹത്തിന് സന്തോഷവാനായിട്ടിരിക്കണമെങ്കിൽ ആ താളത്തെ അറിയുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ അതിന് ആ താളത്തെ തിരിച്ചറിയാം. ഇപ്പോ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം ഈ നൃത്തം കളിക്കുന്നവര്, അവരൊരു പ്രത്യേക താളത്തിൽ നൃത്തം കളിക്കുന്നവര്, അപ്പൊ അവരൊക്കെ വല്ലാതെ സന്തോഷിക്കുന്നതായിട്ട് കാണാം. അതേ സന്തോഷിക്കുന്ന നൃത്തത്തിലും ഈ പറഞ്ഞ കലാകാരന്മാരായിട്ടുള്ളവര് ഈ ലോക്ക്ഡൌണില് അവര് പോലും ഡിപ്രസ്ഡ് ആയി പോയി എന്ന് അവർ തന്നെ വെട്ടിത്തുറന്ന ഇന്റർവ്യൂകളിൽ, പല ഇന്റർവ്യൂകളിൽ പറഞ്ഞു. ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല. അപ്പോ ആ താളത്തെ, മനസ്സിന്റെ താളം, നമ്മുടെ കേരള മണ്ണിൽ താളവട്ടം പോലെ സിനിമ, വട്ടിന്റെ താളം. അപ്പൊ ആ താളം എത്രത്തോളം മനസ്സിന്റെ സ്റ്റെബിലിറ്റിക്കും മുന്നോട്ട് പോക്കിനും സഹായിക്കുമെന്നൊന്ന് പറഞ്ഞു കൊടുക്കാവോ? താങ്ക് യു. ഓക്കെ. താളം എന്ന് പറയുന്നത് ഒരു ജൈവ സംവിധാനത്തിന്റെ ആവർത്തിച്ചുള്ള പ്രവർത്തനങ്ങളുടെ ക്രമമാണ്. എന്നുവെച്ചാൽ നമ്മൾ ശ്വാസോച്ഛ്വാസം നടത്തുന്നു, അത് ആവർത്തിച്ച് നടത്തേണ്ടി വരും. ഭക്ഷണം കഴിക്കുന്നു, ആവർത്തിച്ച്. ജീവന്റെ സ്വഭാവം എന്ന് പറയുന്നത് ആവർത്തനങ്ങളിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ്. ഈ ആവർത്തനങ്ങൾക്ക് ഒരു ഘടികാര സ്വഭാവം ഉണ്ടാവും, ഒരു കൃത്യമായിട്ടുള്ള ഇടവേള ഉണ്ടാകും. ഈ ഇടവേളകളെയാണ് താളം എന്ന് പറയുന്നത്. ദിനരാത്രങ്ങൾ, അതുപോലെ തന്നെ സീസണുകൾ, ഋതുക്കൾ ഒക്കെ ഇതുപോലെ താളത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ വലിയ വ്യവസ്ഥയിലേക്ക് പോകുമ്പോൾ വലിയ താളങ്ങളും ചെറിയ വ്യവസ്ഥയിലേക്ക് പോകുമ്പോൾ ചെറിയ താളങ്ങളുമാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ താളങ്ങളാൽ നമ്മളെല്ലാം നിബദ്ധിതരാണ്, നല്ല കെട്ടിയിടപ്പെട്ടിട്ടുള്ളവരാണ്. ഈ താളം എന്നുള്ളത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച്, നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച്, നമ്മുടെ പൈതൃകത്തിനനുസരിച്ചും ഒക്കെ താളത്തിനെ കുറിച്ച് അറിയാനുള്ള ബോധം മനുഷ്യരിൽ പലപ്പോഴും കുറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോ ഒരു ജീവി, ഒരു പട്ടിയാണെന്നിരിക്കട്ടെ, പട്ടിക്ക് ഒരു താളത്തിലാണ് ജീവിക്കുക. അതിനൊരു ക്രമം ഉണ്ടാവും, അതിനൊരു താളം എന്ന് വെച്ചാൽ നിരന്തരമായി ആവർത്തിച്ചുണ്ടാവുന്ന സംഭവങ്ങളുടെ കൃത്യമായ ഇടവേളയാണ് താളം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു താളം എന്നുള്ളത് എല്ലാ ജൈവ സംവിധാനത്തിനും ഉണ്ടായിരിക്കും. മനുഷ്യനുണ്ടാക്കുന്ന എല്ലാ ഉപകരണങ്ങൾക്കും ഇത്തരം ഒരു താളമുണ്ടാകും. പ്രത്യേകിച്ചും കമ്പ്യൂട്ടർ പോലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൊക്കെ ഉപയോഗിക്കുന്ന മൈക്രോ പ്രോസസ്സറുകൾക്കും ചിപ്പുകൾക്കും ഒക്കെ ഈ താളത്തെ ക്രമീകരിക്കുന്ന ഉപകരണങ്ങളുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന പല ഉപകരണങ്ങൾക്കും ഇതുപോലെയുള്ള താളത്തെ ജനറേറ്റ് ചെയ്യുന്ന ഉൽപാദന കേന്ദ്രങ്ങളുണ്ട്. ഇവയെ ആധാരമാക്കിയിട്ടാണ് ഒരു യന്ത്രം അതിന്റെ പുറത്തും അകത്തുമുള്ള പെരിഫറൽ ആയിട്ടുള്ള ഘടകങ്ങളുമായിട്ട് സംവേദനം നടത്തുന്നത്. ഒരു ഗിയർ വീലിനെ എടുക്കുക, ഒരു വാഹനത്തിന്റെ ഗിയർ വീൽ എടുക്കുക, അതിനൊരു താളമുണ്ട്. അതിന്റെ റേഷ്യോയും ഇതിന്റെ റേഷ്യോയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഇങ്ങനെയാണ് എല്ലാ വിനിമയങ്ങളും നടക്കുന്നത്. ലോകത്തുള്ള സർവ്വ വിനിമയങ്ങളും നടക്കുന്നത് അങ്ങനെയാണ്. മനുഷ്യർക്കിടയിലും അങ്ങനെയാണ് നടക്കേണ്ടത്. പക്ഷേ മനുഷ്യരുടെ ബുദ്ധിയുടെ ഒരു സാന്നിധ്യമുള്ളത് കൊണ്ട്, യുക്തിയുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് താളത്തിൽ ഭംഗം ഉണ്ടാകുന്ന ഒരു അവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. യുക്തി എന്നുള്ള പദത്തിന്റെ അർത്ഥം തന്നെ വിഭ്രംശം എന്നാണ്, താളമാറ്റം എന്നുള്ളതാണ്. യുക്തി എന്നാൽ, അത് നിങ്ങൾ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. ലോജിക്കൽ ഗേറ്റ് എന്നുള്ള ഒരു പദം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മൈക്രോ പ്രോസസ്സറുകളെല്ലാം ഉണ്ടാക്കുന്നത് താളത്തിൽ ഭംഗം വരുന്നത്. ജർമേനിയത്തിനും സിലിക്കനും അകത്ത് ഇമ്പ്യൂരിറ്റി ഡോപ്പ് ചെയ്തുകൊണ്ടാണ് ഈ വിഭ്രംശം ഉണ്ടാക്കുന്നത്. ആ വിഭ്രംശത്തെയാണ് നമ്മൾ താളക്കേട് എന്ന് പറയുന്നത്. ഈ താളക്കേടിനെയാണ് നമ്മൾ വലിയ അർത്ഥത്തിൽ യുക്തി എന്ന് പറയുന്നത്. ആ യുക്തി എന്നുള്ള സംഭവം ഉണ്ടാകുന്ന സമയത്ത് താളത്തെ അറിയാതെ പോകും. താളത്തെ അറിയാതെ പോകുമ്പോൾ ഞാൻ പറഞ്ഞു, യന്ത്രങ്ങൾ പോലും അവയുടെ പെരിഫറിയെ, അതിന്റെ ആ ഉപരി വ്യവസ്ഥകളെയും ആന്തരിക വ്യവസ്ഥകളും തമ്മിൽ പരസ്പരം ബന്ധപ്പെടുത്തുന്നത് താളം ഉപയോഗിച്ചുകൊണ്ടാണ്. ഉദാഹരണത്തിന് കടലിലുള്ള 3 വള്ളങ്ങളുണ്ടെന്ന് ഇരിക്കട്ടെ. ഞാനൊരു വള്ളത്തില്, മിഥുൻ ഒരു വള്ളത്തില്, ഡോക്ടർ സാബു ഒരു വള്ളത്തില്, ഇങ്ങനെ 3 വള്ളത്തിലായിട്ട് നിൽക്കുന്നു. അപ്പോ ഈ തിരമാല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ വള്ളം ഉയരുന്നു, മിഥുന്റെ വള്ളം താഴുന്നു. അപ്പോൾ ഡോക്ടർ സാബുവിന്റെ വള്ളം പൊങ്ങുന്നു. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഒരു കൊട്ട മീൻ എടുത്തിട്ട് അങ്ങോട്ടേക്ക് തരുന്ന സമയത്ത് മിഥുന്റെ വള്ളം താഴെ പോകുമ്പോൾ എനിക്ക് തരാൻ കഴിയില്ല. മിഥുന്റെ വള്ളം പൊങ്ങുന്ന സമയത്ത് ഞാൻ താഴെ പോയി മിഥുന്റെ കയ്യിൽ ഉള്ളത് അങ്ങോട്ടേക്ക് ഡോക്ടർ സാബുവിന് കൊടുക്കാൻ കഴിയുന്നില്ല. നമ്മൾ ഒരു താളത്തിലാണെങ്കിൽ മാത്രമേ ഇത് കൊടുക്കാൻ കഴിയുള്ളൂ. ഇത് ഒരു ചെറിയൊരു ഉദാഹരണമാണ്. അപ്പോൾ താളങ്ങൾ വഴിയാണ് നമുക്ക് കൈമാറ്റങ്ങൾ നടക്കുന്നത്. താളങ്ങൾ വഴി മാത്രമേ കൈമാറ്റങ്ങൾ നടക്കാൻ കഴിയൂ. അങ്ങനെയുള്ളപ്പോ ഇവിടെ നമ്മളെല്ലാവരും തന്നെ വ്യത്യസ്ത ഘടികാരങ്ങൾ സൃഷ്ടിക്കാൻ പ്രാപ്തരാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഭാവന ചെയ്യാനുള്ള ശേഷി മനുഷ്യനുണ്ടെന്ന്. അപ്പൊ വ്യത്യസ്ത സ്വയം ഘടികാരങ്ങൾ ഉണ്ടാക്കി ജീവിക്കുന്ന വ്യക്തികൾക്ക്, പ്രത്യേകിച്ചും വ്യക്തിപരതയുടെ, ഇൻഡിവിജ്വലിസത്തിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന നമുക്ക്
വ്യക്തിപര ഘടികാരങ്ങളുണ്ട്. ഈ ഘടികാരങ്ങൾ വഴിയാണ് നമ്മൾ ജീവിച്ച് മുൻപോട്ട് പോകുന്നത്. അത് പ്രകാരം നമ്മുടെ പരിണാമത്തിന്റെ ഒരു ഒഴുക്കിന് ഒരു ശ്രേണിയുണ്ട്. ആ ശ്രേണിയാണ് നമ്മൾ താളയുക്തി രാജി എന്ന് പറയുന്നത്. ഈ ശ്രേണി അനുസരിച്ച് ഇപ്പോൾ ഈ കാണുന്ന ഒരു ചിത്രം നോക്കുക. ഈ ചിത്രത്തില് ഇടതുവശത്ത് കാണുന്ന ആ ഒരു വ്യക്തി മെന്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ഒരാളാണ്. രണ്ടാമത്തത് മീഡിയോക്കർ ആണ്. മൂന്നാമത്തത് ഓർത്തഡോക്സ് ആണ്. നാലാമത്തത് മിഡിൽ ക്ലാസ് ആണ്. അഞ്ചാമത്തത് ആർട്ടിസ്റ്റ് ആണ്. ആറാമത്തത് ക്രിയേറ്റീവ് ആണ്. ഏഴാമത്തത് ബാലൻസ്ഡ് ആണ്. എട്ടാമത്തത് ഇന്റലക്ച്വൽ ആണ്. അടുത്തത് റാഷണൽ ആണ്. അതിനടുത്തത് ജീനിയസ് ആണ്. ഈ ചിത്രത്തിന്റെ തൊട്ട് മുമ്പിലുള്ള ഒരു ഭാഗമുണ്ട്, അത് അവിടെ ഡെഡ് മാൻ ആണ്. ഇതിന്റെ ആഫ്റ്റർ ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട്, അവിടെ എക്സെൻട്രിക് ആയിട്ടുള്ള ഹ്യൂമൻ ആണ്. ഈ രൂപത്തിൽ ഒരു ക്രമീകരണമുണ്ട്. ഇതിന് താളയുക്തി രാജി അല്ലെങ്കിൽ RL സ്പെക്ട്രം എന്നാണ് പറയുക. ഈ RL സ്പെക്ട്രം അനുസരിച്ച് മനുഷ്യരുടെ എല്ലാത്തിന്റെയും ഓരോ വ്യക്തികളും അവരവരുടെ താളബോധത്തിനനുസരിച്ച് വ്യത്യസ്ത തലങ്ങളിലാണ് നിൽക്കുന്നത്. ഇതിൽ താളബോധം ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ പരിസരത്ത് എന്താണ് നടക്കുന്നത്, ചുറ്റുപാടും എന്താണ് നടക്കുന്നത്, ആന്തരിക ലോകത്ത് എന്താണ് നടക്കുന്നത് ബോധ്യമാവുകയുള്ളൂ. അപ്പോ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ താളത്തെ ക്രമീകരിക്കാൻ, നിങ്ങൾ താളത്തെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ താളത്തെ ശ്രദ്ധിപ്പിച്ച് ക്രമീകരിക്കാൻ വേണ്ടിയുള്ള പരിശീലനങ്ങളിലൂടെ കടത്തി പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ ചുറ്റുപാടിനെ ബോധ്യപ്പെടാൻ കഴിയും. ഇത് തന്നെയായിരുന്നു പണ്ട് കർഷകർ കൈക്കോട്ടെടുത്ത് പാടത്തിട്ട് വെട്ടുന്ന സമയത്ത് അവൻ ഉപകരണങ്ങളുമായിട്ട് ഇടപെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ചുറ്റുപാടുള്ള വസ്തുക്കളുമായിട്ടും വസ്തുതകളുമായിട്ടും വ്യക്തികളുമായിട്ടും വ്യക്തിത്വങ്ങളുമായിട്ടും സാഹചര്യങ്ങളുമായിട്ട് ഇടപെടുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഇത് തന്നെയാണ് കളരിയിൽ നമ്മൾ പഠിച്ചത്. നമ്മുടെ നാട്ടിൽ കളരിയും കൃഷിയുമാണെങ്കിൽ മറ്റൊരു നാട്ടിൽ വേറെന്തെങ്കിലും. എല്ലാ നാട്ടിലും അവിടുത്തെ പ്രാദേശിക അറിവുകൾ, ഇൻഡിജിനിയസ് നോളജും ഇൻഡിജിനിയസ് നോയിങ്ങും ഉണ്ടായിരുന്നു. ആ നോയിങ്ങിന്റെ അകത്തുകൂടെ നമ്മൾ ഈ താളബോധത്തെ ക്രമീകരിച്ച് നിർത്തിയിരുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ താളക്കേടുള്ള ഒരു ജനതയാണ് മലയാളിയുടെ എന്ന് പറയാൻ എനിക്ക് വിഷമമുണ്ട്. ഒരു പാട്ട് നമ്മൾ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ മലയാളി എങ്ങനെയാണ് ഇത് കേൾക്കുക? കൈകെട്ടി നിൽക്കും ഇങ്ങനെ, നീ പാടിക്കോ, അതെന്റെ വിഷയമല്ല എന്നുള്ള രൂപത്തിൽ. മറ്റു രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ താളത്തിനനുസരിച്ച് നമ്മൾ താളം തുള്ളും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതുമായിട്ട് ഇഴപഴകാനുള്ള ഒരു വഴക്കമില്ല നമുക്ക്. അപ്പൊ നമ്മൾ ബുദ്ധിയുടെ അളവിൽ വല്ലാതെ കൂടി. അങ്ങനെയുള്ളവർ ബുദ്ധി കൊണ്ട് കാര്യങ്ങളെ കൂടുതൽ നേടുമ്പോൾ അറിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ചുറ്റുപാടുമുള്ളത് എന്താണ് എന്ന് അറിയാതെ പോകുന്നു. ഈ ഒരു വൈരുദ്ധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സമയത്ത്, താളം കുറയുന്ന സമയത്ത്, യുക്തിയുടെ അളവ് കൂടുന്ന സമയത്ത് നമ്മൾ പലതും അറിയാതെ പോകുന്നു. ഈ അറിയലിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ താളക്രമത്തിലേക്ക് വരാനും ഇത്തരത്തിൽ താളത്തിലായിരിക്കുമ്പോൾ മാത്രമേ നമ്മൾ കാര്യങ്ങളെ അറിയൂ എന്ന് ബോധ്യപ്പെടാനും നമ്മൾ ശ്രമിക്കുന്നു. ഇനി ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്ന രീതി, ഇപ്പൊ നിങ്ങളെപ്പോലുള്ള ചികിത്സ നടത്തുന്ന ഡോക്ടർമാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരിതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? നിങ്ങളുടെ അടുത്ത് വരുന്ന രോഗികളോട് ഇതേ കാര്യം പറയാറുണ്ട്, എന്റെ ഭാഷയിലല്ല എന്ന് മാത്രം. നിങ്ങൾ അവരോട് സമയത്തിന് കിടന്നുറങ്ങാൻ പറയില്ലേ? അവരുടെ ബയോക്ലോക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കൃത്യമായിട്ട് സമയത്ത് ഭക്ഷണം കഴിക്കണമെന്ന് പറയും. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്, ഇതുപോലുള്ളതെല്ലാം നടപ്പിലാക്കുന്നത് ഈ താളം ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ എല്ലാ അർത്ഥത്തിലും, നമ്മുടെ ശരീര കോശങ്ങൾക്ക് താളമുണ്ട്, നമ്മുടെ ശ്വാസത്തിന് താളമുണ്ട്, നമ്മുടെ ചിന്തയ്ക്ക് താളമുണ്ട്, ഭക്ഷണത്തിന് താളമുണ്ട്, ഉറക്കത്തിന് താളമുണ്ട്, മൈഥുനത്തിന് താളമുണ്ട്, വിസർജനത്തിന് താളമുണ്ട്, എല്ലാത്തിനും താളമുണ്ട്. ഈ താളത്തെ നമ്മൾ തെറ്റിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് രോഗിതമായ ഒരു അവസ്ഥയിലേക്കോ കലുഷിതമായ ഒരു അവസ്ഥയിലേക്കോ സമാധാനം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കോ ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോ ശാന്തി ഉണ്ടാവുക എന്നുള്ള ഒരു ഏരിയ ഉണ്ടാകുന്നത് നമുക്ക് ഈ താളത്തിലായിരിക്കുന്ന ആധാനത്തിലായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് താളത്തിൽ നമ്മൾ ചെല്ലുമ്പോഴാണ്. അപ്പോൾ താളം വളരെ പ്രസക്തമാണ്. അതിന്റെ പ്രാക്ടീസാണ് നേരത്തെ വിധുൻ സൂചിപ്പിച്ച കോട്ടക്കാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എന്റെ ഉത്തരം. കുറഞ്ഞോന്ന് അറിയില്ല. താളത്തിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി നമ്മൾ എന്തിനെയാണ് ബേസ് ആയിട്ട് സ്വീകരിക്കുന്നത്? അത് നമ്മുടെ ജൈവ ഘടികാരത്തെയാണ്, നമ്മുടെ സർക്കാഡിയൻ റിഥത്തെയാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ അത് അങ്ങനെ എപ്പോഴെങ്കിലും നമ്മുടെ പ്രോഗ്രാമിന് ഒന്ന് വരികയാണെങ്കിൽ അത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. കൃത്യമായിട്ടും ആ ഘടികാരം ഭൂരിഭാഗം പേരിലും തെറ്റിയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന, അതിൽ വളരെ പരിശീലനം നേടിയിട്ടുള്ള ചില ആളുകളുടെ ഘടികാരത്തിനനുസരിച്ച് ക്രമപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് പണ്ട് രാജ്യങ്ങളും രാജാക്കന്മാരും ഗോത്രത്തലവന്മാരും ഗുരുക്കന്മാരും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അവരുടെ ഘടികാരം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർ അവർക്ക് ചുറ്റും ജീവിക്കുന്നത്. നമുക്കിപ്പോ ഗുരുക്കന്മാരും വേണ്ട, പിന്നെ രാജാക്കന്മാരും വേണ്ട, ഇതൊന്നും വേണ്ട. നമ്മളെല്ലാം സ്വയം പ്രമാണിമാരാണ്. സ്വയം പ്രമാണി ആവുന്ന സമയത്ത് ഘടികാരം
വർക്ക് ചെയ്യില്ല. ഘടികാരത്തിന് ഒരു റിലേറ്റ് ചെയ്യാനുള്ള ഒരു വഴി ഉണ്ടാവില്ല. നൂലറ്റ പട്ടം പോലെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പറക്കാം, ഒരു ഗതി ഉണ്ടാവില്ല എന്ന് മാത്രം. ഒരു സിംഗണൈസേഷൻ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് അല്ലെ? അതെ അതെ അതെ. അതാണ് നമ്മുടെ ഇവിടുത്തെ അനാർക്കിയുടെ അടിസ്ഥാനം. നമ്മുടെ സമൂഹത്തിന്റെ അനാർക്കിക്കുള്ള ഒരു അടിസ്ഥാനം അത് തന്നെയാണ്. ഇപ്പൊ സാറിന്റെ അഭിപ്രായത്തില് നമ്മൾ പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് നിലനിൽക്കാക്കൂ അല്ലെ സർ? അതെ അതെ, നമ്മളത് അറിയണം, പ്രകൃതിയുടെ താളത്തെ അറിയണം, അതിനനുസരിച്ച് ചേർന്ന് നിൽക്കണം. ആധിക്യങ്ങൾ അത് അറിയാൻ വേണ്ടി അതിനെ പ്രകൃതിയെ നിരീക്ഷിച്ചാൽ മതിയാവോ സാറേ? മതി, പക്ഷെ നമുക്ക് നമ്മുടെ കണ്ണടകൾ എങ്ങനെയാണെന്നുള്ളത് നോക്കേണ്ടതുണ്ട്. പ്രകൃതിയെ നിരീക്ഷിക്കാൻ പറയുമ്പോൾ ഇങ്ങനെ കുറെ നേരം പ്രകൃതിയെ നോക്കി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആവണമെന്നില്ല. അങ്ങനെയല്ല, പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും. അതെ അതെ അതെ, അത് തന്നെ. അത് നമ്മള് എത്രത്തോളം അറിഞ്ഞിരിക്കുന്നുവോ അതിനനുസരിച്ചാണ് അറിവുണ്ടാവുക. നമ്മൾ പ്രകൃതിയെ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അറിവെന്ന് പറയുന്നത് നമ്മൾ എത്ര അറിഞ്ഞിരിക്കുന്നുവോ അതിനനുസരിച്ചാണ്. അപ്പോ അവിടെ കുറച്ച് പഠനങ്ങൾ ആവശ്യമായിട്ട് വരും. പഠനത്തെക്കാളും നേരത്തെ ഡോക്ടർ സാബു പറഞ്ഞതുപോലെ ഒരു പ്രതിപഠനം, ഡി എഡ്യൂക്കേഷൻ നമുക്ക് ഉണ്ടാകേണ്ടത്, പഠിച്ചതിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വരും. വ്യത്യസ്തമായിട്ട് പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളൊന്ന് പഠിക്കണം. അല്ല, ഇന്ന് പഠിച്ചത് ഊരിക്കളയേണ്ടി വരും. എന്നിട്ട് തിരിച്ച് താഴെ എത്തിയ ശേഷം മതി പുതിയത് എന്തെന്ന് പഠിക്കാൻ. ചിലപ്പോൾ നമ്മൾ എത്തുക പോലും, മരിക്കുന്നതിന്റെ ഉള്ളിൽ നമ്മൾ തിരിച്ച് താഴെ എത്തുക പോലും ഇല്ല. നമ്മൾ അത്രയും വേണ്ടാത്തതൊക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ഡി എഡ്യൂക്കേഷൻ ആണ്. പഠിച്ചതിനെ എടുത്ത് കളയാനുള്ള ഒരു വഴി ഉണ്ടാവണമെന്നുള്ളത്. എന്തായാലും ഒരിക്കലും മനസ്സിലായി, അദ്ദേഹത്തിന് അത് കൃത്യമായിട്ട് അറിയാന്നുള്ളത്. ഒരു ഡി എഡ്യൂക്കേഷൻ, ഡി ലേണിംഗ് എന്നുള്ള ഒരു പ്രോസസ് നമുക്ക് ഇവിടെ ആവശ്യമാണ്. അതിലൂടെ മാത്രമേ പ്രകൃതിയെ പഠിക്കാൻ കഴിയുള്ളൂ. വേണേട്ടാ, ശരീരം നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന പോലെ പ്രകൃതി നമ്മളോട് തരുന്ന നിർദ്ദേശങ്ങളും വാണിങ്ങുകളും എല്ലാം കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു പഠനം, അതിപ്പോഴുള്ള ഈ ആധുനിക തലത്തിലുള്ള പഠനമല്ല, സ്വല്പം വ്യത്യസ്തമായ ഒരു പഠനം നമ്മുടെ അതിന് ഞങ്ങളിവിടെ ഏഷ്യയില്, സൗത്ത് ഏഷ്യയിൽ നമ്മൾ അതിനുവേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഡീപിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്നാണ് പറയുക. അതിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട്, വളരെ തിയറിയും പ്രാക്ടീസും ഉണ്ട് അതിനകത്ത്. തിയറിയും പ്രാക്ടീസും പല ഡയമെൻഷനിലാണുള്ളത്. അത് പല ആളുകളും ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ത്രിഭുവൻ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ധാക്ക യൂണിവേഴ്സിറ്റി ഒക്കെ നമ്മുടെ ഈ പേപ്പറുകളെ ഫോളോ ചെയ്യുന്നുണ്ട്. വെബ്സ്റ്റർ യൂണിവേഴ്സിറ്റി, ഇവരൊക്കെ നമ്മുടെ ഈ ഒരു പഠനത്തെ ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം കേരളത്തിൽ തന്നെ മലയാളം യൂണിവേഴ്സിറ്റി ഒക്കെ അവർക്ക് ഡീപിക്കോളജിയെ കുറിച്ചുള്ള പഠന സാഹചര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഇതിനെക്കുറിച്ച് അധികം ആളുകൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ അവർ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്കും താല്പര്യമുള്ളവർക്ക് അതിന്റെ കൂടെ കൂടാം. വ്യക്തികൾക്കോ ഓർഗനൈസേഷൻസിനോ സ്ഥാപനങ്ങൾക്കോ അതിന്റെ കൂടെ കൂടാം. പഠിക്കാൻ തുറന്നു വെക്കണമെന്ന് മാത്രം. നിങ്ങൾ പഠിച്ചത് പലതും ഊരിക്കളയേണ്ടി വരും. ഓക്കെ, ഇതിനകത്തുള്ള ഒരു കൂട്ടിച്ചേർക്കൽ ഞാൻ ചെയ്യാം. അത് ഹോളിസ്റ്റിക് കൺസൾട്ടന്റ് എന്ന നിലയ്ക്ക് എനിക്ക് രണ്ട് കാര്യം സൂചിപ്പിക്കാനുണ്ട്. നമ്മുടെ ഗ്ലാൻഡുകളിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പീനിയൽ ഗ്ലാൻഡ് മോഡേൺ സയൻസിൽ പോലും അന്യമാണ്. അത് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അതാണ് ഹിഡൻ പൊട്ടൻഷ്യൽ, അൺടാപ്പ് ചെയ്യും മനുഷ്യന്റെ പൊട്ടൻഷ്യൽ. പീനിയൽ ഗ്ലാൻഡ് ആണ് സിർക്കേഡിയം ഋതം, മനുഷ്യ ശരീരത്തിന്റെ സർക്കേഡിയം ഋതം എന്നൊരു സാധനമുണ്ട്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് പീനിയൽ ഗ്ലാൻഡാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇതിനെല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ഗ്ലാൻഡാണ്. ഇതൊന്നും മോഡേൺ സയൻസ് ഒന്നും കൂടുതൽ റിസർച്ച് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എന്ത് ചെയ്യണമെന്നും മോഡേൺ സയൻസ് അന്യമാണ്. അപ്പൊ ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ച 6ാം ഇന്ദ്രിയം 7ാം ഇന്ദ്രിയം എന്നൊക്കെ പറയുന്ന അതിന്റെ ജ്ഞാനത്തിലേക്കും ഈ പറയുന്ന സെൽഫ് നോളജ്, സ്വയംഭൂവായി വരുന്ന നോളജ് ഒക്കെ ഓണാവണമെങ്കിൽ ഇത് ട്രിഗർ ആവണം. അപ്പൊ അതിന്റെ സാധ്യത താളത്തോട് ലയിക്കണം, പ്രപഞ്ചത്തിന്റെ താളത്തെ അറിയണം, നമ്മളിലുള്ള താളത്തെ തിരിച്ചറിയണം. അങ്ങനെ ഒട്ടനവധി എലമെന്റ് കൂടി ചേരുമ്പോഴേ റിയൽ ഹാപ്പിനെസ്സും ഒരു സമഗ്രാരോഗ്യം ഉണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സന്തോഷ്, അതിനകത്ത് എന്തെങ്കിലും കൂടുതൽ ചേർക്കാനുണ്ടോ? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഡോക്ടർ സാബുവിനോട് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മറകൾ മാറ്റിയാൽ മതി, പുതുതായിട്ടൊന്നും നേടേണ്ടതില്ല എന്ന്. ഈ പീനിയലാണെങ്കിലും പിറ്റ്യൂട്ടറി ആണെങ്കിലും തുറക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അകത്തേക്ക് വന്നു കയറിയിട്ടുള്ള മാലിന്യങ്ങളെ എടുത്ത് ദൂരെ കളയാൻ നമ്മൾ തയ്യാറായാൽ മതി. ആ തയ്യാറെടുപ്പിലൂടെ മുൻപോട്ട് പോയാൽ നമ്മളൊന്നും ആയിത്തീരേണ്ടതില്ല എന്നുള്ളതാണ് കാര്യം. നമ്മളൊന്നുമായി ആയിത്തീരേണ്ടതില്ല, നമ്മളാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ മതി. നമ്മൾ ഓരോരുത്തരും, ഇവിടെയുള്ള ഓരോ വ്യക്തിയും സമ്പൂർണരാണ്, സ്വയംപൂർണരായിട്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ആ സ്വയംപൂർണത എന്നുള്ളത് അഹങ്കാരത്തിനുള്ള ഒരു വഴിയായിട്ട് എടുക്കരുത്. അത് പകരം പ്രകൃതിയുമായി ലയിക്കാനുള്ള, ഇപ്പൊ അമ്മയുടെ മാറിലേക്ക് വീണുറങ്ങുന്ന ഒരു കുഞ്ഞിന്റെ അവസ്ഥ എന്താ, അതുപോലെ പ്രകൃതിയിലേക്ക്, നമ്മുടെ പരിസരത്തേക്ക്, എന്താണ് പറയുക, പശ്ചാത്തലത്തിലേക്ക് നമ്മളെ തുറന്നു വെക്കാൻ നമ്മൾ തയ്യാറായാൽ മതി. മുമ്പിൽ ഒരാൾ വരുന്ന സമയത്ത് അയാളുടെ മുന്നിലേക്ക് നമ്മുടെ ലാളിത്യത്തെ
ലാളിത്യം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന ഭാഷയുടെ അവസ്ഥയല്ല ഞാൻ പറയുന്നത് കേട്ടോ. നമ്മുടെ ഹൃദയം കൊണ്ട് തുറന്നു വെക്കുക. അതായത് മുമ്പേ നമ്മൾ പറഞ്ഞത്, മുമ്പിൽ ഒരാൾ വരുമ്പോൾ അവരുടെ മുന്നിലേക്ക് മനസ്സിനെ തുറന്നിടുക. ആ മനസ്സിനെ തുറന്നിട്ട് കഴിഞ്ഞാൽ അത് ശരിയാകും. പിന്നെ ഞാൻ നിങ്ങൾ അനുവദിക്കുമെങ്കിൽ ഒരു 10 മിനിറ്റ് നിങ്ങളെ ഒരു മെഡിറ്റേഷനിൽ കൂടെ ഒന്ന് കടത്തിക്കൊണ്ടു പോകട്ടെ. തീർച്ചയായും സന്തോഷം. ബിദുൻ, നമ്മുടെ ബന്ധുത്വ മനനം ഒന്ന് കേൾപ്പിച്ചു കൊടുക്കാം. ഇത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയും എന്നാണ് എൻ്റെ അനുഭവം. എങ്കിൽ ഒരു നിമിഷം. തുടങ്ങിക്കോട്ടെ. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. ഇത് ആഗോള മാനുഷിക ധ്യാനം എന്ന പേരിൽ നമ്മുടെ അയൽക്കൂട്ട പ്രസ്ഥാനത്തിന്റെ പിതാവും ഗാന്ധിജിയുടെ ശിഷ്യനുമായിട്ടുള്ള പങ്കജാക്ഷക്കുറുപ്പ് അവതരിപ്പിച്ചിരുന്ന ആഗോള മാനുഷിക ധ്യാനം എന്ന ഒരു സംവിധാനത്തിന്റെ ഒളിമ്പസ് പതിപ്പാണ്. നമ്മളിത്, അദ്ദേഹം നമ്മുടെ രക്ഷാധികാരിയായിരുന്നു. 2000 മുതൽ നമ്മളിത് ഗ്രാമീണർക്കിടയിൽ ഉപയോഗിച്ചു വരുന്നു. ഒരുപാട് പേരെ പരിവർത്തിപ്പിച്ച ഒരു സംഭവമാണ്. ഇതിൽ പറയുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ നിത്യവും ഇത് കേട്ടുകൊണ്ട് ഒരു മാറ്റം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ തുറവികൾ ഉണ്ടായി വരും. അതാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. പിന്നെ ബാക്കിയുള്ളത് എന്ന് വെച്ചാൽ ഇതിനെല്ലാം ക്രമീകരിക്കണമെങ്കിൽ പിന്നെ ക്രമീകരിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് പ്രാണനെയാണ്. നമ്മുടെ പ്രാണൻ, ആ പ്രാണനെ ക്രമീകരിക്കണമെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൂടെ തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പിറ്റ്യൂട്ടറിയും പിന്നെ അതുപോലെ തന്നെ പീനിയലും ഒക്കെ തുറന്നതായിട്ട് നമുക്ക് അനുഭവം. ഈ ഓഡിയൻസിലെ സ്ത്രീജനങ്ങളുണ്ട്, അവരൊക്കെ ഒന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഓക്കെ സാർ, ചോദ്യങ്ങളല്ല, എനിക്കൊരു സാറിനെ ഒന്ന് വന്ദിക്കാനാണ് തോന്നുന്നത്. അക്ഷരമുത്തുകൾ പിറക്കിയെടുത്ത അമ്മാനമാടി നമ്മുടെ ഈ കുടുംബത്തിലെ എല്ലാ മനസ്സിലേക്കും മനസ്സ് എന്താണെന്ന് ഒരു വിത്തെറിഞ്ഞ് അതിനെ പാകപ്പെടുത്തി വളർത്തി എടുക്കാൻ കാണിച്ച ആ ധന്യ മനസ്സിന് അല്ലെങ്കിൽ ആ ധന്യ വ്യക്തിത്വത്തിന്റെ മുമ്പിൽ ഒരു വലിയ ഒരു നമോഭാഗം ഞാൻ അർപ്പിക്കുന്നു. പിന്നെ ഭൂതവും അതുപോലെ ഇന്ദ്രിയങ്ങളും ഭാവനയും ഒത്തുചേരുന്നതാണ് മനസ്സെന്നും മനസ്സിനും ജീവിതത്തിനും ഒരു താളാത്മക ബോധം വേണമെന്നും എടുത്തു പറയുന്ന സാറിനും പിന്നെ നമ്മുടെ ജീവിത ബന്ധാവിൽ ഒന്ന് വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് വഴി പിഴയ്ക്കാതിരിക്കുന്നതിന് അഹമെന്ന ബോധം നമ്മൾ മാറ്റിവെക്കണമെന്നും എല്ലാം നമ്മുടെ ഒരു മൊത്തത്തിലുള്ള ഒരു വികാസത്തിന് വഴിയൊരുക്കിയ ഈ സാറിന്റെ മുമ്പിൽ നമ്മൾ എത്ര ശിരസ് നമിച്ചാലും അത് ഒട്ടും അധികമാവില്ല എന്ന് എടുത്തു പറയുന്നു. സന്തോഷം, നന്ദി. വേറെ ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം? തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. പൂർണ്ണമായിട്ടും നമ്മളിലുള്ളതിനെ സറണ്ടർ ചെയ്ത് പ്രകൃതിയുടെ താളത്തിലൊത്ത് നമ്മുടെ താളത്തിലേക്ക് ഒരു സംയോജന പ്രക്രിയയിലൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ അറിവാണ് സന്തോഷ് സാറിലൂടെ, ഒളിമ്പസ് ഡോക്ടറിലൂടെ, ബിദുനിലൂടെ ഇത് നമുക്ക് ലഭിച്ചത്. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും നന്ദിയുള്ളവരാണ്. തുടർന്നും പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളുമായി മനുഷ്യനെ കൂടുതൽ നന്നാക്കാൻ, മനുഷ്യനായിട്ട് തിരിച്ചറിയാനുള്ള ഒരു വലിയ സാധ്യതകൾ ഞങ്ങളുടെ മുമ്പിൽ തുറന്നു വയ്ക്കണമെന്നുള്ള അഭ്യർത്ഥനയോടെ നന്ദി അറിയിക്കുന്നു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അതല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വളരെ സമയമായി. നാളെ കോവിഡ് ഫോബിയയെ കുറിച്ച് ഡോക്ടർ വേണുഗോപാൽ സാർ എടുക്കുന്ന ക്ലാസ്സാണ്. തീർച്ചയായിട്ടും വീണ്ടും കോവിഡ് വരുമ്പോൾ മാനസികമായ തലത്തിൽ നമ്മൾ എത്രമാത്രം ശക്തിപ്പെടണം, വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് സന്തോഷ് സാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. പ്രകൃതിയുടെ താളത്തിലേക്ക് നമ്മൾ കടന്നു വരിക, നമ്മളിലുള്ളതിനെല്ലാം അൺലേൺ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാകുക. പലതും നമ്മളിൽ കൂടുതലായുള്ളതിനെയൊക്കെ ഒടിച്ചു കളഞ്ഞ് താതാത്മ്യം പ്രാപിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരറിവാണ്. സോ താങ്ക് യു ബിദിൻ.
സാറേ നമുക്ക് അടുത്തൊരു സെഷനും കൂടി എടുക്കണം. ഈ ടോക്ക് പൂർണ്ണമാവണമെങ്കിൽ നമ്മൾ പറഞ്ഞു സമഗ്രാരോഗ്യത്തിന്റെ മറ്റൊരു ഘടകം പരിസ്ഥിതി ബോധം എന്ന് പറഞ്ഞു. കൃത്യമായിട്ട് ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പറയാൻ ഒളിമ്പസിനാണ് ഏറ്റവും ആധികാരികമായിട്ട് പറയാൻ കഴിയുന്ന ആചാര്യനാണ് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സെഷൻ കൂടി എക്കോ സ്പിരിച്വാലിറ്റി, എക്കോ സൈക്കോളജി എത്രത്തോളം സമഗ്രാരോഗ്യത്തെ സഹായിക്കും. പ്രത്യേകിച്ച് എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ കഴിഞ്ഞ 10-15 കൊല്ലം, 1.5 ദശാബ്ദം കേരളത്തില് 2010-ലൊക്കെ നിങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ കേരളത്തിൽ തലങ്ങും വിലങ്ങും JCB ഓടിക്കൊണ്ടിരുന്നു. ശ്രദ്ധിച്ചോന്ന് അറിയില്ല, എത്ര പേരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്റെ മക്കളൊക്കെ ചൂണ്ടിക്കണ്ട് JCB കൊണ്ട് JCB. അപ്പൊ അത്ര ഒരു ചൂഷണാത് ആർത്തിയിട്ട് ഇപ്പോഴും അതിന്റെ പുതിയൊരു വേർഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിയെ അറിഞ്ഞ് അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കണം എന്നുള്ള ഇത്രയും സാക്ഷര കേരളത്തിന് തിരിച്ചറിയാതെ പോകുന്ന ഒരു ഇതുണ്ട്, ചിന്തയുണ്ട്. ആ ചിന്തയിലൂടെ ജീവിക്കുമ്പോഴാണ് നമ്മൾ പുരോഗമന സമൂഹം എന്ന് പറയുന്ന നമുക്ക് ഇത്രയും പ്രശ്നങ്ങളും പ്രതിസന്ധികളിലൂടെയും മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഇത്രയും സൈക്കോളജിസ്റ്റും ഇത്രയും ഡോക്ടർമാരും ഇത്രയും വിവരസാങ്കേതിക വിദ്യ ഒക്കെ ഉള്ളപ്പോഴും നമ്മുടെ സൊസൈറ്റി ഹെൽത്ത് ഇൻഡെക്സില്, ആരോഗ്യ സൂചികയില് ചിന്തിക്കുമ്പോൾ വളരെ താഴോട്ടാണ് പോകുന്നത്. അപ്പൊ അതിന്റെ റിയൽ റീസൺ കാണണമെങ്കിൽ നമുക്ക് എക്കോ സ്പിരിച്വാലിറ്റിയെ കുറിച്ചും എക്കോ സൈക്കോളജിയെ കുറിച്ചും അത് ഹ്യൂമൻ സൈക്കോളജിയുമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കൊരു ക്ലാസ് കേൾക്കണം. അത് പരിസ്ഥിതിനെ അറിയണം. അതിന് റിതമുണ്ട്, ലൈഫ് റിതം ഉള്ളവർ എക്കോ സിസ്റ്റത്തിന് റിതമുണ്ട്. അത് പറയാൻ കഴിവുള്ള ഒരു ആചാര്യനാണ് സന്തോഷ് ഒളിമ്പസ് എന്ന് പറയുന്ന ആചാര്യൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സെഷൻ നമുക്ക് അടുത്ത് അദ്ദേഹത്തിന് അവൈലബിൾ ആണെങ്കിൽ ഞാൻ ആ സെഷൻ ചോദിക്കുകയാണ്. ഞാൻ ഇപ്പൊ തന്നെ ചോദിക്കുകയാണ്, ഒരു സെഷൻ എടുക്കാൻ കഴിയുമോ അടുത്ത വ്യാഴാഴ്ച ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ? വ്യാഴാഴ്ച അല്ലെ? അടുത്ത വ്യാഴാഴ്ച ചെയ്യാം, ഈ പ്ലാറ്റ്ഫോമിൽ ചെയ്യാം. ആ ഒരു ബോധവൽക്കരണം ശരിക്കും അത്യാവശ്യമാണ്. കാരണം നമ്മുടെ വഴികൾ ഇത്രയും കൊണ്ടും കുഴിയും ആകാനും കൂടെ കാരണം ആ ഒരു വണ്ടിയുടെ ഓട്ടം കൂടുതലായിട്ട് ഉള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഒരു സെഷനോട് എടുക്കാം. അപ്പൊ ഏകദേശം നമുക്ക് സമഗ്രാരോഗ്യം എന്ന് പറയുമ്പം പരിസ്ഥിതി ബോധം, ഞാൻ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞു, നമ്മുടെ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ കഴിക്കുന്ന ആഹാരം എത്രത്തോളം ന്യൂട്രീഷൻ ആണെന്ന് പോലും നമുക്ക് അറിയാത്ത ഒരു കാലത്താണ് ജീവിച്ചു. അത്രയും മണ്ണിന്റെ ഫലഭൂയിഷ്ഠത തിരിച്ചു വരണമെങ്കിൽ ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു കാലത്ത് കേരളം വളരെ വൈബ്രന്റ് ആയിരുന്നു. 80-കളില് സൈലന്റ് വാലിനെ വൈദ്യുതിവൽക്കരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ മുന്നോട്ട് പോയപ്പോൾ അന്നത്തെ ക്യാമ്പസുകൾ ഇളകിയിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ അത്തരത്തിൽ ചിന്തയോ യുവത്വങ്ങള് നിഷ്ക്രിയമായ യുവത്വമാണ് പോകുന്നത്. ഈ തലത്തിൽ ചിന്തിക്കുന്ന യുവത്വം വരുന്നില്ല എന്നുള്ളത് ഒരു കുറവ് തന്നെയാണ്. അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു സമൂഹം ഉയർന്നു വരണം. ഇനിയും ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികൾ, ചെറിയ ചെറിയ കമ്മ്യൂണിറ്റികൾ ചേർന്ന് വലിയൊരു കൺസോർഷ്യമായി മാറണം. ഒരു അല്ലെങ്കിൽ ഒരു സെൽഫ് സസ്റ്റൈനബിൾ വില്ലേജ് അല്ലെങ്കിൽ എക്കോ വില്ലേജുകളൊക്കെ സ്വാശ്രയത്വത്തെ കുറിച്ച് ഗാന്ധിജി പറഞ്ഞ സ്വരാജ് സങ്കല്പത്തിന്റെ ആ ഒരു രീതിശാസ്ത്രത്തിലേക്ക് നമുക്ക് പുതിയ കാലത്ത് ഈ പറയുന്ന നമ്മളെ ഉറ്റുനോക്കുന്ന പ്രതിസന്ധികളിലൊക്കെ പരിഹരിക്കാൻ നമുക്കൊന്ന് കൂടിയാൽ മാത്രം മതി എന്നുള്ളതാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതിനെ നമുക്കൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ അത് എക്കോ സൈക്കോളജിയുടെ ക്ലാസ് അടുത്ത ആഴ്ച അദ്ദേഹം എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എനിവേ, താങ്ക് യു സോ മച്ച്. ബിഥുൻ പറഞ്ഞ ഒരു വാസ്റ്റ് ഏരിയ അഡ്രസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾക്കത് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് കൂടെ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. തീർച്ചയായിട്ടും അത് കപ്പാസിറ്റി ഒക്കെ ഉണ്ട്, നമ്മൾ പഠിച്ചു വരും. ഞാന് നിങ്ങളുടെ ഓഡിയൻസിന് അത് കേൾക്കാനുള്ള ഒരു കപ്പാസിറ്റി വെച്ചാൽ ഞാൻ നിങ്ങളെ കുറച്ച് പറയുന്നത്, കുറച്ച് കാണുകയല്ല ചെയ്യുന്നത്. പറഞ്ഞു തുടങ്ങിയാല് ചിലതൊക്കെ ഉൾക്കൊള്ളാൻ, ഇപ്പൊ ഉദാഹരണത്തിന് നാളെ സംസാരിക്കാൻ പോകുന്ന കോവിഡ് ഫോബിയ എന്നുള്ള വിഷയമുണ്ടല്ലോ. നമ്മള് നാളെ സംസാരിക്കുന്ന അതിന്റെ ആരോഗ്യപരമായ മാനസികമായിട്ടുള്ള അവസ്ഥയെ കുറിച്ചായിരിക്കും. പക്ഷെ കോവിഡ് എന്താണെന്നുള്ളതും അതിന്റെ രാഷ്ട്രീയം എന്താണെന്നൊക്കെ നമ്മൾ ഈ പരിസ്ഥിതി പറയുമ്പോൾ പറയേണ്ടി വരും. തീർച്ചയായും നമ്മൾ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത പല കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അത് എല്ലാവർക്കും അത് ഡൈജസ്റ്റ് ആവില്ല. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് എല്ലാവർക്കും ആവണമെന്നില്ല. അപ്പോ വിധുന്റെ ക്ലാസിന്റെ രീതി അറിയാലോ, ഒന്ന് ആലോചിച്ചും കണ്ടുമൊക്കെ പറയുന്നതാണ് നല്ലത്. അതിന് സാർ എന്നെ ആദ്യം ഒന്ന് ഫ്രീക്വൻസിയിലേക്ക് എല്ലാവരും ഒന്ന് ട്യൂൺ ചെയ്ത് എത്തിച്ചിട്ട് സാറിപ്പം ഇപ്പൊ എടുത്ത ക്ലാസ് അങ്ങനെയാണല്ലോ, മനസ്സിനെ ഒരു തൂവെള്ളയാക്കി വെക്കണമെന്നും അതിലേക്ക് വർണ്ണങ്ങൾ കോരിയിടണം എന്നുമാണല്ലോ സാർ പറഞ്ഞിരുന്നത്.
തീർച്ചയായിട്ടും മനസ്സിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. അത് ശരീരവുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ അത് നെഗറ്റീവാണ്. അതിനെ കൂടുതൽ ഹൃദയാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏതൊരു തലവും മനുഷ്യരെന്ന നിലയിൽ അറിയേണ്ടതാണ്. അറിയിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാം. എന്താണ് പ്രത്യേകിച്ച് നമുക്കിനി ഒരു 7 വർഷം കൂടെ നമുക്ക് ഇപ്പൊ പോകുന്ന പോക്കിന്റെ വഴിയിൽ എന്തെങ്കിലും ആലോചിക്കാൻ കഴിയും. 7 വർഷം കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിന്റെ ഘടന കംപ്ലീറ്റ് ആയിട്ട് മാറും. നമുക്ക് ഇന്ന് നിങ്ങൾക്ക് സ്വന്തം എന്ന് പറയുന്ന ഒരു സാധനവും കയ്യിലുണ്ടാവില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ തിരിയും. ഇത് ഇവിടെ ജീവിക്കുന്ന ഭൂരിഭാഗത്തിനും അറിയില്ല. 99.9% ആളുകൾക്കും അറിയില്ല. നമ്മൾ പരിസ്ഥിതിയെക്കുറിച്ചും ഡീപ് ഇക്കോളജിയെ കുറിച്ച് അല്ലെങ്കിൽ ഇക്കോ സൈക്കോളജിയെ കുറിച്ചും ഇക്കോ സ്പിരിച്വാലിറ്റിയെ കുറിച്ചും പറയുമ്പോൾ നമ്മൾ അത് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത് കേൾക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ പറയാൻ തയ്യാറാണ്. തയ്യാറാണ് സാർ. ഓക്കെ, ഞങ്ങൾ തയ്യാറാണ്. അതുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഹോളിസ്റ്റിക് ഹെൽത്ത് പൂർണ്ണമാവുള്ളൂ സർ. എനിക്കും അത് കൃത്യധാരണയുണ്ട്. ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന് പറയുന്നത് ഇതൊന്നും ഇല്ലാതെ ഒരു ഹോളിസ്റ്റിക് ഹെൽത്ത് ആർക്കും പ്രാപ്യമല്ല. എന്തുകൊണ്ട് ഹോളിസ്റ്റിക് ഹെൽത്തിലേക്ക് വരണം എന്നുള്ളതിന് ഈ ഒരു ബേസും കൂടെ ആവശ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. കാരണം യഥാർത്ഥത്തിലുള്ള ബേസ് അറിയാതെയാണ് ഇത് ശരിക്കും നമ്മൾ ആട്ടം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മീനിങ്ങോ അതിൻ്റെ രീതികളോ ഒന്നും നമ്മൾ മനസ്സിലാകുന്നില്ല. നമ്മളിങ്ങനെ താളത്തിനൊത്തങ്ങ് പോകുന്നു. താളം അപശ്രുതിയാണ് എന്നുള്ളത് മാത്രമേ അതിൻ്റെ അകത്തൊരു തിരിച്ചറിവ് നമുക്കുള്ളൂ. അറിയാം നമുക്ക്, പക്ഷേ അതിനനുസരിച്ച് പ്രതികരിക്കാൻ പറ്റുന്നില്ല, അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. വേണ്ട വിധത്തിലുള്ള ഞാൻ ആദ്യം ചോദിച്ച പോലെ ഭാരതീയ മനഃശാസ്ത്രമാണോ അതോ വെസ്റ്റേൺ സൈക്കോളജി, ഈ 2 സാധനങ്ങളെ കേട്ടിട്ടുള്ളൂ. ഇതിനിടയിൽ മറ്റൊന്നുണ്ടോ, ഇതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത് എന്നൊക്കെ തീർച്ചയായിട്ടും ഒരു സാധാരണ സംശയം മാത്രമാണ്. പുതുമയുള്ളത്, ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ വരും. അത്രയേ ഉള്ളൂ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അനിത മാമിന് ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട്, ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്യണം. ആ നമ്പറിൽ ഒന്ന് വിളിക്കുക. ഓക്കെ സർ. ഓക്കെ സർ. അതുപോലെ എന്റെ നമ്പർ ആണോ? സാറിന്റെ നമ്പർ അല്ല, ഞാൻ വേറൊരാളുടെ നമ്പർ ഇട്ടു. ഓക്കെ. എന്റെ നമ്പർ ആവശ്യമുള്ളവർക്ക് എന്റെ പേര് സന്തോഷ് ഒളിമ്പസ് എന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് നമ്മുടെ പോസ്റ്റേഴ്സ് 800-ലധികം പോസ്റ്ററുകൾ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, 1000-ഓളം വീഡിയോകൾ യൂട്യൂബിലുണ്ട്, പിന്നെ 1000-ഓളം ആർട്ടിക്കിൾസ് നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. പിന്നെ അതല്ലാതെ റിസർച്ച് പേപ്പേഴ്സും ഒക്കെ ആയിട്ട് ഓൺലൈൻ മീഡിയയിൽ ഒരുപാടുണ്ടാവും. എന്റെ പേര് തീർച്ചയായിട്ടും ഞാൻ സാറിന്റെ പ്രോഗ്രാംസ് എല്ലാം ഞാൻ മിക്കവാറും കാണാറുണ്ട്. എന്റെ സമയവും സാറിന്റെ സമയമൊക്കെ ഏതാണ്ട് ഒരുപോലെ ആയതുകൊണ്ട് പലപ്പോഴും ചെയ്യാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഐ നോ തിങ്സ്. താങ്ക് യു. വീണ്ടും നമുക്ക് അതിനെക്കുറിച്ചും കൂടുതലായിട്ട് പഠനങ്ങളും ചർച്ചകളും ഒക്കെ നടത്താം. സോ താങ്ക് യു വെരി മച്ച്. താങ്ക് യു വിതിൻ ആൻഡ് താങ്ക് യു സന്തോഷ്. വളരെ സന്തോഷം. വീണ്ടും നമുക്ക് അടുത്ത വ്യാഴാഴ്ച വീണ്ടും കാണാം. എല്ലാവർക്കും ഓക്കെ. ആണല്ലോ സാർ, സാർ എങ്ങനെ കിട്ടി? ഇതിനാണ് സാർ ഈ സംയോജനം എന്ന് പറയുന്നത്. പല തലങ്ങളിൽ കൂടിച്ചേരാനുള്ള ഉണ്ടായി വരും. ഇതിനെന്താ പറഞ്ഞ എല്ലാവർക്കും ആ വെബ്സൈറ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? olympus.in അങ്ങനെയാണോ കറക്റ്റ് വെബ്സൈറ്റ്? അതിപ്പോ നമ്മളിപ്പോ അഴിച്ചുപണിയിലാണ്. ml.olympus.in എന്നുള്ളതാണ്. അതായത് ഞാൻ പറയാം, ML എന്ന് വെച്ചാൽ മലയാളം .olympus OLYMPUS olympus.in olympus.in എന്നുള്ളതാണ്. ml.olympus.in എന്നുള്ളതാണ് സൈറ്റ്. പിന്നെ കൃത്യമായി നിങ്ങൾ സമയമുള്ളവർ എല്ലാവരും വിസിറ്റ് ചെയ്യുക. ml.olympus.in S ഉണ്ട്, ഇവിടെ കാണാം ഒളിമ്പസിന്റെ സ്പെല്ലിംഗ്. അതിന് പകരം ഈ എന്റെ പേര് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും. ഒളിമ്പസ് എന്നുള്ളതാണ്. അവിടെ കുറെ ആർട്ടിക്കിൾ വായിക്കാം. നിങ്ങൾക്ക് എന്റെ അടുത്ത് ഞാൻ എവിടെയാണുള്ളത് വരെ ഗൂഗിൾ പറയും. തീർച്ചയായിട്ടും പ്രകൃതിയുമായിട്ടുള്ള ഒരു ചേരൽ തീർച്ചയായിട്ടും അനിവാര്യമാണ്. തീർച്ചയായിട്ടും സന്തോഷ് സാറിന്റെ കൂടെ നമുക്കും യാത്ര ചെയ്യാം. കൂടുതൽ നമ്മൾക്ക് തന്നെ മനസ്സിലാകാനും പ്രകൃതിയോട് ചേർന്ന് വരാനും എല്ലാം സാധിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. നാളെ നമുക്ക് വീണ്ടും എല്ലാവർക്കും നമസ്കാരം.